ഹായ് മക്കളെ, നമസ്കാരം. മാസ്റ്റർ കെയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദനാട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് LP-UP വേണ്ടിയുള്ള ഒരു മാരത്തോണാണ്. ഓക്കെ, വരാനിരിക്കുന്ന LP-UP എക്സാമിനെ നിങ്ങൾ എങ്ങനെ നേരിടണമെന്നും അതിനകത്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് 15 മാർക്ക് മാത്സിനകത്തുനിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ LP-UP പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പാടാട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി വിഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ പാടാട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സൈക്കോളജിയൊക്കെ ടൈറ്റ് ആയാൽ പോലും നിങ്ങൾക്ക് വളരെ സേഫായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് മാത്സ് ആണ്. വളരെ സിമ്പിളായിട്ട്, വളരെ വലിയ പാടൊന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല LP-UPയുടെ പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും കാരണവശാൽ മറ്റുള്ള സബ്ജക്റ്റിനകത്ത് നിങ്ങളുടെ മാർക്ക് കുറച്ച് ടൈറ്റായിട്ട് പോയാൽ പോലും നിങ്ങൾ വളരെ എളുപ്പത്തിൽ ആ നഷ്ടപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് മാത്സ് എന്ന് പറയുന്നത്. മാത്സ് ആൻഡ് മെന്റബിലിറ്റിയുടെ ഒരു 15 ക്വസ്റ്റ്യൻ കാണും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മുൻകാലം നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആണല്ലോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമുക്ക് സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ LP-UPയുടെ ഈ മാരത്തോണിനകത്ത് LP-യുടെയും UP-യുടെയും ക്വസ്റ്റ്യൻസ് നമ്മളിതിനകത്ത് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഇത്രയേ ഉള്ളു കാര്യം എന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, വരാനിരിക്കുന്ന പരീക്ഷ നമ്മൾ പിടിക്കും, നമ്മൾ നേടിയിരിക്കും. ഓക്കെ ആണല്ലോ, നമ്മുടെ കൂടെ നിന്നേച്ചാൽ മതി, ബാക്കിയുള്ള കാര്യം നമ്മൾ ഏറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാണല്ലോ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ് എങ്കിൽ സംഖ്യ ഏത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 4 മടങ്ങ്. ഓക്കെ, ഒരു സംഖ്യയുടെ 5 മടങ്ങ്. ഓക്കെ, അപ്പോൾ സംഖ്യയെ നമ്മൾ എക്സ് എന്ന് എടുത്തേക്കണം. മനസ്സിലായല്ലോ, സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ്. ഓക്കെ ഓക്കെ, സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ ഓക്കെ, അതിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോഴോ സംഖ്യയുടെ 5 മടങ്ങ്. സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5x. സംഖ്യയുടെ 5 മടങ്ങ് എന്ന് വെച്ചാൽ 5x ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് എടുത്തു, സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് നമുക്ക് 5x എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഈ 5x എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ, ഇവിടെ എന്താണ് പറയുന്നത്? ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യ എന്ന് വെച്ചാൽ x+4. സംഖ്യയേക്കാൾ 4 കൂടുതലായിട്ടുള്ള മറ്റൊരു സംഖ്യ. മനസ്സിലായല്ലോ. അപ്പൊ സംഖ്യ നമുക്ക് എന്തെടുത്തു? എക്സ് എന്നെടുത്തു. സംഖ്യയേക്കാൾ 4 കൂടുതൽ പറഞ്ഞാൽ x+4 എന്നെടുത്തു. ഓക്കെ ആണല്ലോ. ആ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. അപ്പൊ ഈ കിടക്കുന്ന ഈ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര? x+4ന്റെ 3 മടങ്ങ്. അപ്പൊ x+4 × 3 ആ 3 മടങ്ങിന് തുല്യമായിട്ട് നമ്മൾ സമം കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. അതിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x എന്ന് പറയുന്ന ഈ സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സംഖ്യയായ എക്സിനേക്കാൾ 4 കൂടുതലായ അപ്പൊ എക്സിനേക്കാൾ 4 കൂടുമ്പോൾ x+4 അതിനേക്കാൾ ആ 4 കൂടുതലായ സംഖ്യയുടെ 3 മടങ്ങിന് അപ്പൊ ഈ x+4ന്റെ 3 മടങ്ങിന് തുല്യമാണ് എന്ന് പറയാം. തുല്യമായിട്ട് നമ്മൾ സമം കൊടുത്തു. ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, നമ്മളൊരു അതിന്റെ എക്സിന്റെ ഉത്തരം ആൻസർ കിട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാന്ന് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഓക്കെ യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 3 അകത്ത് കയറ്റി ഓരോ നമ്പറിനെയും ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബ്രാക്കറ്റ് പൊളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5x = ഓക്കെ ആണല്ലോ. ഈ 3 ബ്രാക്കറ്റ് വിളിക്കണം 3 അകത്തേറ്റ് 3 × x എന്ന് വെച്ചാൽ 3x പ്ലസ് ഓക്കെ ആണല്ലോ 3 × 4 എന്ന് വെച്ചാൽ 12 എന്ന് കിട്ടും. 3 × 4 എന്ന് 12 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താ? എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാം ഒരു സൈഡിലാക്കാം. അപ്പൊ എന്താണ്? ഇവിടെ ഒരു 5x കിടപ്പുണ്ട്, അവിടെ 3x കിടപ്പുണ്ട്. ഈ 3x എങ്ങനെ സമത്തിനിപ്പുറം കൊണ്ടുവരാമെങ്കിൽ എക്സ് എല്ലാം ഒരു സൈഡിലായി, എക്സ് ഇല്ലാത്ത എല്ലാം ഒരു സൈഡിലായി. അപ്പൊ എങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താണ്? സമത്തിനപ്പുറത്തുള്ള സംഖ്യ സമത്തിനിപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സമത്തിനപ്പുറത്ത് കൂട്ടിയേക്കുവാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ കുറയ്ക്കണം, കുറച്ചേക്കുവാണെങ്കിൽ കൂട്ടണം, ഗുണിച്ചേക്കുവാണെങ്കിൽ ഹരിക്കണം, ഹരിച്ചേക്കുവാണെങ്കിൽ ഗുണിക്കണം, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. സമത്തിന് ഓപ്പോസിറ്റ് എന്ത് പ്രവൃത്തിയാണോ, സമത്തിനപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തിയാണ് ഇപ്പുറത്ത് വരുമ്പോൾ ചെയ്യാം.
അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തോ ഇവിടെ നോക്കണം. ഈ 3x എന്ന് പറഞ്ഞാൽ എന്തോ ഇവിടെ നോക്കണം. സൈൻ വല്ലതും ഉണ്ട്? ഇവിടെ സൈൻ ഒന്നുമില്ല. ഇവിടെ നോക്കണം, അപ്പുറത്തല്ല ഇവിടെ നോക്കണം. ഇവിടെ സൈൻ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പ്ലസ് എന്നാണ്. ഈ പ്ലസ് 3x വരുമ്പോൾ മൈനസ് 3x ആവും. അപ്പോൾ എന്തോ 5x മൈനസ് 3x ഈക്വൽ ടു നമുക്ക് 12 എന്ന് എഴുതാം. ഓക്കെ, 5x ന്ന് 3x കുറച്ചു, അപ്പോൾ നമുക്ക് 2x എന്ന് കിട്ടി. ഈ 2x എന്ന് പറയുന്നതാണ് 12. 2x എന്ന് പറയുന്നത് 12. നമുക്ക് കണ്ടുപിടിക്കേണ്ട x ആണ്. അപ്പോൾ 2 ഇൻറ്റു ചെയ്തേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x ഈക്വൽ ടു എന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ 2 സമം 6. സംഖ്യ എന്ന് പറയുന്നത് x ആണ്. എക്സിന്റെ വില കിട്ടി. സംഖ്യ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ്. ആൻസർ 6 ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ ഇവിടെ കഴിഞ്ഞു. ഇത് ഇവിടുത്തെ ഈ പറഞ്ഞ കുറെ കണ്ടീഷൻസ് വെച്ച് നമ്മളൊന്ന് ചെയ്യാൻ പോകും. ഇവിടുത്തെ ഇവർ പറഞ്ഞ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകും. എങ്ങനെ ചെയ്തു നോക്കിയോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ 5 മടങ്ങ്. അപ്പൊ സംഖ്യ നമുക്ക് 6 കിട്ടിയല്ലോ. 6 6ന്റെ 5 മടങ്ങ് എന്ന് വെച്ചാൽ എത്ര? 6 ഗുണം 5. സംഖ്യയുടെ 5 ഗുണം 5 6 30 എന്ന് പറയുന്നത് ആ 30 എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യ മറ്റൊരു സംഖ്യ ആ സംഖ്യയേക്കാൾ എത്ര കൂടുതൽ? 4 കൂടുതൽ. സംഖ്യ എത്ര? 6 അല്ലയോടോ? 6. സംഖ്യ എന്ന് പറഞ്ഞാൽ 6. ഈ 6നേക്കാൾ എത്ര കൂടെ കൂടുതൽ? സംഖ്യ എന്ന് വെച്ചാൽ 6നേക്കാൾ എത്ര കൂടെ കൂടുതൽ? 4 കൂടുതലായ മറ്റൊരു സംഖ്യ. 6നേക്കാട്ട് 4 കൂടുതലായ മറ്റൊരു സംഖ്യ വെച്ചാൽ 6 എന്നാണ്ട് എക്സിനെക്കാട്ട് 4 കൂടെ. അപ്പൊ 6നേക്കാട്ട് 4 കൂടെ മറ്റൊരു സംഖ്യ 6 4 10. അതിന്റെ 3 മടങ്ങിന് തുല്യമാണ്. 3 മടങ്ങിന് തുല്യം എന്ന് വെച്ചാൽ ഇൻറ്റു 3. ഓക്കെ ആണല്ലോ. അപ്പൊ 3 ഇൻറ്റു 6 4 കൂടെ കൊണ്ട് 10 കിട്ടി. 10ന്റെ 3 മടങ്ങിന് 10ന്റെ 3 മടങ്ങ് എത്ര? 30. അത് നമ്മൾ ഈ തുല്യമാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇത് 30 അത് 30. അപ്പൊ തുല്യമാണ്. 30 ഈക്വൽ ടു 30. അപ്പുറം ഇപ്പുറം ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേടോ. അപ്പം എന്താണ് പറഞ്ഞത്? ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലാണ് മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യം. അപ്പൊ സംഖ്യ 6 ആണ്. 6ന്റെ 5 മടങ്ങ് 30 ആണ്. ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ അപ്പൊ 6നേക്കാട്ട് 4 കൂടുതലായ 10. 10ന്റെ 3 മടങ്ങ് 30. രണ്ടും തുല്യമാണ്. അപ്പുറം ഇപ്പുറം തുല്യമാണ്. അതുകൊണ്ട് ഈക്വൽ ടു കൊടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദമായി മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരത്തിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും എക്സ് ഇട്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ചെയ്ത് കാണിച്ചത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവപ്പ് നീലയും കലർത്തിയ പെയിന്റിന്റെ ചുവപ്പ് നീലയും കലർത്തിയ പെയിന്റ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ആണ്. ഇത് 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിന്റ് ഡാഷ് അളവ് ചേർക്കണം. ഓക്കെയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുക? ചുവപ്പും നീലയും കലർത്തിയ പെയിന്റ് കൂട്ടിൽ എന്ന് വെച്ചാൽ എന്റെ മിക്സറതോ മനസ്സിലായല്ലോ. ചുവപ്പും നീലയും കൂടെ മിക്സ് ചെയ്തേക്കോ. അതാ കൂട്ടിൽ എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ചുവപ്പും എന്തൊക്കെയാണ് കലർത്തിയേക്കുന്നത്? ചുവപ്പും നീലയുമാണ് കലർത്തിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ മിശ്രിതത്തിൽ ഓക്കെ ആണല്ലോ. അവിടെ അംശബന്ധം എത്ര വെച്ചാൽ 4:3 ആണ്. ചുവപ്പും നീലയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് റെഡും ബ്ലൂവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റെഡ് ഈസ്റ്റ് ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാം 4:3 ആണ്. 4:3 ആണ്. പിന്നെന്താണ് പറയുന്നത്? പിന്നെ പറയുക ഇത് 4:1 ആകണമെങ്കിൽ ചുവപ്പ് പെയിന്റിന്റെ അളവ് എത്ര ചേർക്കണം? മനസ്സിലായല്ലോ. ഡാഷ് ചേർക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഈ ചുവപ്പ് നീലം തമ്മിൽ അംശബന്ധം 4:3 ആണ്. ഇതിലേക്ക് ചുവപ്പ് എത്ര കൂടെ ചേർത്താലാണ് ആ റേഷ്യോ എന്തായി മാറുന്നത്? 4:1. അപ്പൊ ചുവപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ, നീല ചേർക്കുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ചുവപ്പ് 4. ഓക്കെ, ചുവപ്പ് ആദ്യമുള്ളത് 4 ആണെന്ന് വിചാരിച്ചു. ആദ്യമുള്ളത് ചുവപ്പ് 4 ആണ്. അതിലേക്ക് എത്രയോ ലിറ്റർ പെയിന്റ് കൂടെ നമ്മൾ ചേർക്കാൻ പോവാം. ചുവപ്പിനകത്ത് ആദ്യമുള്ള ഒരു 4 ആണെന്ന് വിചാരിക്കുക. ആദ്യം 4 ഉള്ളൂ. അതിലേക്ക് ഞാൻ ഒരു എക്സ് ലിറ്റർ പെയിന്റ് കൂടെ ചേർത്തു. അപ്പൊ എക്സ് ലിറ്റർ പെയിന്റ് കൂടെ ഞാൻ ചേർത്തു. ചുവപ്പിലേക്ക് ആദ്യം ചുവപ്പെന്ന് വെച്ചാൽ 4 ആയിരുന്നു. അതിലേക്ക് ഞാൻ ഒരു എക്സ് ലിറ്റർ പെയിന്റ് കൂടെ ചേർത്തു. അത് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷെ നീല ചേർക്കുന്നില്ല. നീല 3 തന്നെ. നീലക്കകത്ത് യാതൊരു മാറ്റമില്ല. നീല 3. അപ്പോൾ ചുവപ്പ് 4 ആയിരുന്നു. അതിനകത്തേക്ക് എക്സ് ലിറ്റർ പെയിന്റ് കൂടെ ചേർത്തു. നീല 3 തന്നെ. അതിനകത്തൊന്നും ചേർക്കില്ല. അങ്ങനെ ചേർക്കുമ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായി മാറും എന്ന് പറയുന്നു? ഇവിടെ റേഷ്യോ എന്ന് വെച്ചാൽ 4:3 ആയി മാറും എന്ന് പറയുന്നു. റേഷ്യോ 4:3 അല്ല 4:1 ആയി മാറും എന്ന് പറയുന്നു. 4:1 ആയി മാറും. ഓക്കെ ആണല്ലോ. 4:1 ഇത്രയും എഴുതുക. ഓക്കെ ആണല്ലോ. ആദ്യമുള്ളത് 4ഉം രണ്ടാമത്തത് 3 ആയിരുന്നു എന്ന് വിചാരിച്ചു. അതിലേക്ക് എന്താണ് എക്സ് ലിറ്റർ പെയിന്റ് കൂടെ ചേർത്തപ്പോൾ അത് 4:1 ആയി മാറിയെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഇത് ചെയ്യുന്ന വെച്ചാൽ ഈ
സമത്തിന് അപ്പുറം ഇപ്പുറം ആദ്യം കിടക്കുന്നതും അവസാനം കിടക്കുന്നത് ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്തും എഴുതണം. ആദ്യം അവസാനം കിടക്കുന്ന ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത് ഈസ്റ്റൂന് ആദ്യം കിടക്കുന്നതും ഈസ്റ്റൂന് അവസാനം കിടക്കുന്നതും തമ്മിൽ ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, ഈസ്റ്റൂന് രണ്ടാമത് കിടക്കുന്നതും മൂന്നാമത് കിടക്കുന്ന ഗുണിച്ച് സമത്തിന് അപ്പുറത്തും എഴുതണം. അപ്പൊ ഈസ്റ്റൂന് ആദ്യം കിടക്കുന്നത് 4x+4 അവസാനം കിടക്കുന്ന 1 അത് തമ്മിൽ ഗുണിക്കുക. അപ്പൊ എന്താ 1 ഇൻറ്റു എത്ര 4x = അപ്പുറത്ത് കിടക്കുന്ന എത്ര 3 ഇൻറ്റു 4 രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ചു. ഓക്കെ, ഏത് നമ്പറിനെ ഒന്നുകൊണ്ട് ഗുണിച്ച ഉത്തരം ആ സംഖ്യ എന്നാണ്ട് നമ്മളിത് ഗുണിക്കുന്നില്ല. അപ്പൊ 4 + x = 3 12. 4 + x = 12. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 4 എന്നുള്ളത് +4 അപ്പുറത്ത് പോകുമ്പോൾ -4. അപ്പൊ x = 12 - 4 = 8. എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 8. എക്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് ചേർത്ത പെയിന്റിന്റെ അളവാണ്. രണ്ടാമത് ചേർത്ത എക്സ് എന്ന് വെച്ചാൽ 8 ലിറ്റർ ആണ്. ആദ്യം 4 ലിറ്റർ ഉണ്ടായിരുന്നു, അതിപ്പോൾ 8 ലിറ്റർ ചേർത്തു. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര അളവ് ചേർക്കണം. നമുക്ക് 8 ലിറ്റർ എന്നാണ്. പക്ഷെ ഓപ്ഷനകത്ത് 8 ലിറ്ററിലൊന്നുള്ള ഓപ്ഷൻ അല്ല കിടക്കുന്നത്. ഇവിടെ എന്താണ് ചുവപ്പ് കിടക്കുന്നത്? 4 മടങ്ങ്, 3 മടങ്ങ്, 2 മടങ്ങ്, 1 മടങ്ങ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ആദ്യം എത്ര ഉണ്ടായിരുന്നു? ആദ്യം ഉള്ളത് 4 ലിറ്റർ ആയിരുന്നു ആദ്യം ഉള്ളത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ അത് എത്ര ആയി? എത്ര ചേർത്തു? 8 ആയി. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 12 ലിറ്റർ ഉണ്ട്. കാരണം എന്താ 4 ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ 8 ചേർത്തപ്പോൾ മൊത്തത്തിൽ 12 ആയി. ഓക്കെ ആണല്ലോ? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നീ എത്ര എങ്കിൽ ചുവപ്പ് പെയിന്റ് ഡാഷ് അളവ് ചേർക്കണമെന്നാണ്. ചുവപ്പ് പെയിന്റ് ഡാഷ് അളവ് ചേർക്കണം. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഓപ്ഷൻ പ്രകാരം ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ഉള്ളത് 4 ആയിരുന്നു, ഇപ്പോൾ അത് 8 ആയി. ആദ്യം ഉള്ളത് 4 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായി? 8 ആയി. 8ന്റെ എത്ര 4ന്റെ എത്ര മടങ്ങാണ് 8 എന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താ മതി? 8നെ ആദ്യമുള്ള 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ മതി. 8നെ 4 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 2 മടങ്ങ്. 4ന്റെ 2 മടങ്ങില്ലേ 8. ആദ്യം 4 ലിറ്റർ ഉണ്ടായിരുന്നതിനകത്ത്, പിന്നെ 8 കൂടെ ചേർത്തപ്പോഴാണ് അവർക്ക് ഈ റേഷ്യോ കിട്ടിയത്, 4:1 റേഷ്യോ കിട്ടിയത്. അപ്പോൾ ആദ്യം ഉള്ളതിന്റെ 2 മടങ്ങ് വീണ്ടും ചേർക്കണം. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 4 ലിറ്റർ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് 8 കൂടെ ചേർക്കണം. ഇപ്പൊ മൊത്തത്തിൽ 12 ആയിട്ടുണ്ട്. ആദ്യം 4 ഉണ്ട്, പിന്നെ 8 കൂടെ ചേർത്ത് 12 ആയി. അപ്പൊ പുതുതായിട്ട് ചേർത്തേക്കുന്നത് 8 ലിറ്റർ ആണ്. അപ്പൊ ആദ്യമുള്ള 4ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ 2 മടങ്ങ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഉള്ളതിന്റെ 2 മടങ്ങ് ചുവപ്പ് പെയിന്റ് കൂടെ ചേർത്താലേ ഈ പറയുന്ന അളവിലേക്ക് അത് വരത്തുള്ളൂ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്, 2 മടങ്ങ്. സി ഓപ്ഷൻ ആണ്, 2 മടങ്ങാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഇത് അത്യാവശ്യം ഇച്ചിരി നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാര്യമൊന്നുമില്ല, 3-4 ടോപ്പിക്കിനകത്ത് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന 2 നിരകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ ആണല്ലോ? 1 റോമൻ ലെറ്റർ 1 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം പി എന്ന് വെച്ചാൽ 8 ആണ്. ഈ പി എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 8ന് തുല്യമാണ് പി. അപ്പൊ പി എന്തോ അവിടെ എല്ലാം എൻ്റെ അർത്ഥം 8 ആണ്. ഓക്കെ ആണല്ലോ? അതേപോലെ ഞാൻ ചെയ്യുന്നത് 24നെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 24 പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 284 ആണ്. പക്ഷെ 384 ആണ്. 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 384 ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അതിന് നമ്മൾ എന്താ ക്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം 384 ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തെന്ന് വെച്ചാൽ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 6. ഇപ്പൊ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 6 എന്ന് പറഞ്ഞാൽ 6ന് തുല്യമായിട്ടുള്ള വിലയാണ് എത്ര? 1 10 100 1000 10000 ലക്ഷം 9,88,592 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് എത്ര ഉണ്ടാ? ഈ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. അപ്പൊ ഈ അതിന് പകരം 6 കൊടുത്താൽ മതി എന്ന് അവർ പറയുന്നത്. ഓക്കെ, അതിന്റെ ഓപ്ഷൻസ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ ആണല്ലോ? അന്ന് എസ് ഉണ്ടോ അതിന്റെ അർത്ഥം അത് 9ന് തുല്യമാണ്. അങ്ങനെയാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടുണ്ട് ഇവിടെ എല്ലാം എസ്സും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്പർ അല്ല കൊടുത്തേക്കുക. അപ്പൊ ഇത് ശരിയാണോ എന്ന് ഓരോന്ന് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് ഒരു 3-4 ടോപ്പിക് ഒരുമിച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയേ, 24ന്റെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം 8 ആണെന്ന് അവർ പറയുന്നത്. അതാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 24ന്റെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുടെ എണ്ണം 8 ആണോ എന്ന് നമുക്ക് അറിയാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 24നെ അങ്ങ് ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ 24നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതുണ്ടേ
നമുക്ക് 2 വെച്ച് ഹരിക്കാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഘടകങ്ങളുടെ എത്ര നമുക്ക് ഹരിക്കുന്നത് എപ്പോഴും അഭാജ്യ സംഖ്യ വെച്ച് ഹരിക്കാവുള്ളൂ, പ്രൈം നമ്പർ വെച്ച് ഹരിക്കാവുള്ളൂ. എന്താണ് അഭാജ്യ സംഖ്യ എന്ന് അറിയാലോ? പ്രൈം നമ്പർ വെച്ച് നമ്മൾ അതിനെ ഹരിക്കാവുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. 24 2 വെച്ച് ഹരിച്ചു, അപ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. 12 വീണ്ടും 2 വെച്ച് ഹരിച്ചു, എത്ര കിട്ടി? 6 കിട്ടി. 6 വീണ്ടും 2 വെച്ച് ഹരിച്ചു, എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, അപ്പൊ 24 നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഓരോന്ന് എഴുതിയിട്ട് മായ്ച്ചു കളയും. ഓക്കെ ആണല്ലോ? അത് ശരിയാണെന്ന് ശ്രദ്ധിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് 24 നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറയുന്നതാണ് 24. ഓക്കെ, 2 ഇൻറ്റു 2 4, 4 ഗുണം 2 8, മനസ്സിലായി? 8 ഗുണം 3 24. അപ്പൊ 24 നമുക്ക് എന്താ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2ന്റെ ക്യൂബ്, 2 3 പ്രാവശ്യം എഴുതിയ 2ന്റെ ക്യൂബ് ഇൻറ്റു 3. 3 എന്ന് വെച്ചാൽ 3 റൈസ് ടു 1 എന്നാണ്. 3 എന്ന് വെച്ചാൽ എൻ്റെ മണ്ടയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒന്നുണ്ട്. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ പറയുന്നതാണ് 24. ഇനി ഇതിനകത്ത് ഉള്ള ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, ഘടകങ്ങളുടെ എണ്ണം നമുക്ക് ഇതിൻ്റെ പവർ ഉണ്ടല്ലോ, പവറിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ 1 കൂട്ടണം. എപ്പോഴും നമുക്ക് ഈ കിട്ടുന്ന പവറിൻ്റെ കൂടെ 1 കൂട്ടണം. ഓക്കെ ഓക്കെ ഇതിൻ്റെ പവർ, ഓക്കെ ഇതിൻ്റെ പവറിൻ്റെ കൂടെ നമ്മൾ ഈ പവർ ഇഞ്ഞെടുക്കുക. പവർ ഇഞ്ഞെടുത്ത് 3, അതിൻ്റെ കൂടെ എപ്പോഴും 1 കൂട്ടണം. ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാ. കുറേ ഇതെപ്പോഴും SSC ലെവലുള്ള പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് പാഠപുസ്തകത്തിനകത്ത്, സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഈ ടോപ്പിക്കാണ്. പക്ഷെ അവർ ഈ ട്രിക്കൊന്നുമല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവർ ഈ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി കുട്ടികളെ കുറേ പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ഇത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേറെ രീതിയിൽ അവർ പറയുന്നത്. നമ്മളിവിടെ അതൊന്നും ഉപയോഗിക്കുന്നത്, നമ്മളിൻ്റെ ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണ്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കും? PSC SSCയുടെ പരീക്ഷകൾക്കൊക്കെ എപ്പോഴും ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അതിനുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഇതിൻ്റെ പവർ എത്രയാണോ അതിൻ്റെ കൂടെ 1 കൂട്ടണം. ഇൻറ്റു, എന്നിട്ട് ഇവിടുത്തെ പവർ എത്ര? 1. അതിൻ്റെ കൂടെ എപ്പോഴും പവർ എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ എപ്പോഴും 1 കൂട്ടണം. ഓക്കെ, എന്താ തമ്മിൽ ഗുണിക്കാണ്ട് 3 1 എത്ര കിട്ടി? 4 ഇൻറ്റു 1 1 എത്ര? 2. 2 കൊണ്ട് 4 എത്ര കിട്ടി? 8. അതിന് എത്ര ഘടകങ്ങളുണ്ടെന്ന് വെച്ചാൽ 8 ഘടകങ്ങളാണ് ഉള്ളത്. സത്യം, കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ P എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ശരിയാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഉത്തരം സെറ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഘടകങ്ങളുടെ 24 ഘടകങ്ങൾ ഏതൊക്കെ നോക്കിയാണെന്നുണ്ട്? 24 ഘടകങ്ങൾ വേണേൽ നമുക്ക് എഴുതാം. 1 24 ഘടകമാണ്, 2 24 ഘടകം നമ്മൾ അറിയേണ്ട കാര്യമില്ല, എങ്കിൽ ഞാൻ പറയാം. 3 2 24 ഘടകം, 3 24 ഘടകം, 4 24 ഘടകം, പിന്നെ വരുന്നത് 6 24 ഘടകം, പിന്നെ വരുന്നത് 8 24 ഘടകം, പിന്നെ 12 24 ഘടകം, പിന്നെ 24 24 ഘടകം. നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 8 കിട്ടി. ഓക്കെ, ഈ 8 എണ്ണമാണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും നല്ല എണ്ണമാണ് ചോദിക്കുന്നത്. ഇത് 8. നമ്മത് ഇത് ശരിയാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? പാഠപുസ്തകത്തിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഓക്കെ ആണേ, സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തിലേക്ക് പോവാം. രണ്ടിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 24 പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ, 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 384 24. മനസ്സിലായാലും 24 പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ എന്ന് പറയുന്നത് 384. ഓക്കെ, 384 നമുക്ക് എത്ര വെച്ചാൽ 24 വെച്ച് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരിയാണോ നോക്കാനും വേണ്ടി നമുക്കിത് ഒരു നമ്പറിന് 24 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാം. ആ നമ്പറിനെ 6 കൊണ്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ നമ്പറിനെ നമുക്ക് 24 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഒരു നമ്പറിന് 24 വെച്ച് ഹരിക്കാൻ 2 ട്രിക്കാണുള്ളത്. 6 കൊണ്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിന് നമുക്ക് 24 ഉണ്ട്. എത്രയാണ്? 6 കൊണ്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നമുക്ക് 24 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു നമ്പറിനെ 4 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നമ്പറിനെ മറ്റൊരു ട്രിക്ക് എന്ന് വെച്ചാൽ ചെറിയ നമ്പറാണ്ട് ഡയറക്റ്റ് അരിച്ചു നോക്കുന്നതാണ് ഇച്ചിരൂടെ ബെറ്റർ. എങ്കിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. വലിയ സംഖ്യയാണ് വരുന്നത്. ഇതിനെക്കാണ്ട് പകരം ഒരു 3 7 8 ഇതുള്ള സംഖ്യയാണ് തരുന്നെങ്കിൽ ഹരിക്കുന്നത് റിസ്ക് ആയിരിക്കും. ഇവിടെ ഒരു ചെറിയ സംഖ്യ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹരിച്ചു നോക്കാം. ഇനി വലിയ സംഖ്യ വരുവാണെങ്കിൽ ഈ 2 ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതെങ്ങനെയാണ്? ഒരു സംഖ്യയെ 4 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ 2 അക്കങ്ങൾ 0 0 അല്ലെങ്കിൽ 2 അക്കങ്ങൾ ചേർന്ന് വരെ സംഖ്യ 4ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യനെ 4 വെച്ച് ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അവസാനത്തെ 2 അക്കം എത്ര? 84. 84 എന്ന് പറയുന്നത് 0 0 അല്ല, പക്ഷേ 84 4 വെച്ചിരിക്കുക. 24 8 1 4 4. ഓക്കെ, 84 എന്ന് വെച്ചാൽ 8നെ 4 വെച്ചിരിക്കുമ്പോൾ 2, 4നെ 4 വെച്ചിരിക്കുമ്പോൾ 1. ഓക്കെയാണ്. അപ്പോൾ 4 ഓക്കെ ആയി. ഇനി എന്താണ് വേണ്ടത്? 6. ഒരു നമ്പരെ 6 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ ആ സംഖ്യ 2 കൊണ്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ 6 വെച്ച് ഹരിക്കാം. ഒരു സംഖ്യ 6 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ എന്താണ്? ആ നമ്പറിനെ 2 കൊണ്ടോ 3 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ 6 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ എങ്ങനെയാ?
2 കൊണ്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ അവസാന സംഖ്യ 0, 2, 4, 6, 8 ഏതെങ്കിലും ആയിരിക്കണം. അവസാന സംഖ്യ 0, 2, 4, 6, 8 എന്ന് ഇരട്ട സംഖ്യ ആയിരിക്കണം. ഓക്കെ, അവസാന സംഖ്യ 4 ആണ്. അപ്പോൾ 0, 4, 2, 6, 8. അപ്പോൾ 2ന്റെ കണ്ടീഷൻ ഓക്കെ. ഇനി 3ന്റെ കണ്ടീഷൻ എന്തുവാ? 3ന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് ആ സംഖ്യയുടെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3ന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ ആണല്ലേ? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടാൻ 3 + 4 8 + 4 8 + 4 8 + 4 ഓക്കെ ആണല്ലോ? 8, 4, 12 3 കൂടെ കൂടുമ്പോൾ 15 കിട്ടി. ഓക്കെ ആണല്ലോ? 15 കിട്ടും. 15. ഓക്കെ, ഈ 15 എന്ന് പറയുന്നത് എത്രയാണ്? 3ന്റെ ഗുണിതം. ആയി 3 അല്ലേ 15. ഓക്കെ, അപ്പൊ 6 കൊണ്ടും പറ്റുന്നുണ്ട്, 4 കൊണ്ടും. 6 കൊണ്ട് 4 കൊണ്ടും പറ്റിയാൽ ആ നമ്പർ നമുക്ക് എത്ര ചുറ്റും? 24 കൊണ്ടും പറ്റും. അപ്പോൾ ഓക്കെ, ഈ കണ്ടീഷനും ശരിയാ. ഇനി ഈ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒന്ന് വെട്ടി ചെറുതാക്കി ഹരിച്ചെടുക്കുന്നതായിരിക്കും ഇച്ചിരൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും അപ്ലൈ. ഇപ്പൊ ഇവിടെ പകരം ഒരു ഇങ്ങനെ അങ്ങ് പറയണ്ട 3 8 4 0 0 6 7 3 2 8 4 ഇങ്ങനെ ആ ഒരു നമ്പർ തരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം ഇത്രയും വലിയ നമ്പറിനെ ഹരിച്ചെടുക്കുക എന്ന് വെച്ചാൽ ടൈം എടുക്കും. അതെ, ഇത്രയും വലിയ നമ്പറൊക്കെ തന്നിക്കുന്നുണ്ടോ? അത് തന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടെടുക്കും? ഇത് വളരെ ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അങ്ങ് ഹരിച്ചു നോക്കിയാലും മതി. ഓക്കെ 384 നമുക്ക് 24 വെച്ചിരിക്കാം. ഓക്കെ, ഇവിടെ 12 വെച്ച് ഹരിച്ചു നോക്കിയേ. 2 12 24 ഓക്കെ ആണല്ലോ? 3 12 36 ശിഷ്യൻ 2 2 12 26 32 2 വെച്ചിരിക്കുമ്പോൾ 16 കിട്ടും. 8 അല്ല 16. 2 വെച്ചിരിക്കുമ്പോൾ 16 ഓക്കെ ആണല്ലോ? 16. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹരണഫലം 16 വരും, ശിഷ്ടം 0 വരും. ഓക്കെ, സെറ്റാ. ഓക്കെ ആണല്ലോ? അപ്പൊ ചെറിയ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഹരിച്ചു നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ. ഇവിടെ നോക്കിയേ, 11 എത്ര? 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ് എത്ര എന്ന് പറയുന്നത്? 9,88,592. അത് ചെയ്യാൻ ഒരു നമ്പറിനെ 11 വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒന്നിടവിട്ട സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ അവയുടെ വ്യത്യാസം 0 ആയിരിക്കണം. ഒന്നി 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. ഈ കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. ഒക്കെ ഒന്നിടവിട്ട സംഖ്യ നമ്മളങ്ങ് എഴുതാണ്ട് ഞാൻ എഴുതോ 9 8 8 5 9 8 8 5 2 സോറി 9 2 9 2 ഇതാണല്ലോ ഒന്നിടവിട്ട സംഖ്യ. ഒന്നിടവിട്ട സംഖ്യ ഇതും ഇതാണ് ഒന്നിടവിട്ട സംഖ്യ. ഇതും ഒന്നിടവിട്ട സംഖ്യ. ഓക്കെ, ഒന്നിടവിട്ട സംഖ്യ നമുക്ക് എടുക്കാം. ഒന്നിടവിട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 8 എടുത്തില്ല 5 എടുത്തു, 9 എടുത്ത്, 8 എടുത്തില്ല അടുത്ത 8 എടുത്ത്, 5 എടുത്തില്ല അടുത്ത 9 എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര? 9 + 8 + 9 9 9 18 18 8 കൂടെ കുടുംബത്തിൽ 26. അടുത്ത ഒന്നുകൂടെ സംഖ്യ 8 2 10 5 15 8 + 5 + 2 സമയത്ത് 15. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ നോക്കാം എത്ര? 26. ഈ തുകകളുടെ വ്യത്യാസം ഇപ്പൊ 26. ഒന്നുകൂടെ സംഖ്യയുടെ തുക 26 കിട്ടി, ഒന്നുകൂടെ സംഖ്യ 15 കിട്ടി. 26ഉം 15 തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. 26ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമോ? 11 എന്ന് കിട്ടും. ഈ കുറച്ച് കിട്ടുന്ന ഉത്തരം ഒന്നെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. മനസ്സിലായല്ലോ? ഒന്നി 11 ആയിരിക്കണം, അല്ലെ 11ന്റെ ഗുണിതമായിരിക്കണം, അല്ലെ 0 ആയിരിക്കണം. ഇവിടെ 11 കിട്ടി. അപ്പോൾ ഓക്കെ, അതും സെറ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെയും ഹരിക്കാം. ഈ പറയുന്ന ഉത്തരവും ശരിയാണ്. ഇനി അടുത്ത നോക്കിയാൽ 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 9 ആണ്. 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 9 ആണ്. എത്ര? അത് കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 15 ആണ്. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ഓക്കെ ആണല്ലോ? അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ. ഓക്കെ, നമുക്ക് നോക്കാം അഭാജ്യ സംഖ്യ എന്താണ്. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ ഒരു സംഖ്യയെ 1 കൊണ്ടോ ആ സംഖ്യ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ വിളിക്കുന്നവരാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 എഴുതി. അടുത്ത എത്ര വരും? 3 വരും. അടുത്ത എത്ര വരും? 5 വരും. അടുത്ത 7 വരും. അടുത്ത 11 വരും. 13 വരും. 17 വരും. 19 വരും. 23 വരും. നോക്കിയേ 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട് കേട്ടോ. 1നും 25നും ഇടയിൽ 23 വരെ എത്ര എണ്ണം ഉണ്ട്? എത്ര? 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെ ഈ 4 എണ്ണവും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് എ ഓപ്ഷൻ നോക്കിയേ. 1P
1 P, ഒന്നെന്ന് പറയുന്നത് P ആണ്. ഓക്കെ, അത് ശരിയാണ്. 2 Q, 2 Qവും ശരിയാണ്. 3 6, മൂന്നാമത്തെ 6 ആറാണ്. ഓക്കെ, 3 6ഉം ശരിയാണ്. ഓക്കെ, 4 എന്ന് പറയുന്നത് 1 മുതൽ 25 വരെ S ആണ്. 4 S-ഉം ശരിയാണ്. അപ്പൊ A ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് Pക്ക് തുല്യമാണ്, 2 എന്ന് പറയുന്നത് Qനും തുല്യമാണ്, 3 എന്ന് പറയുന്നത് R-നും തുല്യമാണ്, 4 എന്ന് പറയുന്നത് S-നും തുല്യമാണ്. ബാക്കിയെല്ലാം മാറ്റമാണ്. മനസ്സിലായല്ലോ? 1 എന്ന് പറയുന്നത് S ആണ്, 1 എന്ന് പറയുന്നത് S അല്ല, 1 എന്ന് പറയുന്നത് S അല്ല, ഒന്നാമത്തെ എന്ന് പറയുന്നത് P ആണ്. കണ്ടോ, ഇവിടെ S ആണ്. ബാക്കി എല്ലാം അതേപോലെ നോക്കുമ്പോൾ ഓപ്ഷൻസ് തെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എന്ന് പറയുന്നത് A ഓപ്ഷനാണ്. സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് അതിനകത്ത് ടൈം എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ഇനം ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടിവിയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ടിവിയുടെ വില എത്ര? കാര്യമൊന്നുമില്ല. ഏതൊരു സാധനത്തിന്റെ ആദ്യമുള്ള വില എന്ന് പറയുന്നത് 100%. ഓക്കെ ആണല്ലോ, ആദ്യമുള്ള വില 100%. അത് 10% കൂട്ടിയാൽ അത് 110%. 10% കുറച്ചാൽ അത് 90%. 20% കൂട്ടിയാൽ അത് 120%. 20% കുറച്ചാൽ അത് 80%. അപ്പൊ ആദ്യമുള്ളത് എപ്പോഴും എത്ര ശതമാനോ? 100%. അത് 10 കൂട്ടുമ്പോൾ 110, 10 കുറയ്ക്കുമ്പോൾ 90. ആ രീതിയിൽ വേണം. 20 കൂട്ടിയാൽ 120, 20 കുറച്ചാൽ എത്ര? 80. അങ്ങനെ നമ്മൾ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കുക, ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. വർഷം തോറും 5% കുറയ്ക്കുന്നു. ടിവിയുടെ ഇപ്പോഴത്തെ വില 8000 രൂപ. ഇപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 8000 രൂപയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്താണ് വർഷം തോറും 5% വീതം കുറയ്ക്കുന്നുവെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ടിവിയുടെ വില ഇപ്പോൾ എന്ന് പറയുന്നത് ഇതാണ് 100%. അടുത്ത വർഷം അതിനകത്ത് ഒരു 5% കുറഞ്ഞിട്ട് എത്ര ആവും? അത് 95% ആവും. വീണ്ടും അടുത്ത വർഷം ഈ കിട്ടുന്ന ഉത്തരത്തിന്റെ വീണ്ടും 5% കുറയും. അപ്പൊ വീണ്ടും അത് എത്ര ആവും? 95% ആവും. 95%. മനസ്സിലായല്ലോ? ആദ്യമുള്ളത് 100% അത് പിന്നെ എത്ര? 95%. വീണ്ടും അത് 95%. അപ്പൊ 8000ന്റെ 95%ന്റെ 95% എത്ര? ഓക്കെ ആണല്ലോ. കണ്ടേ, ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടാം. ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടാം. വെട്ടിയല്ലോ. ഓക്കെ, ഇത് നമുക്ക് എത്ര വെച്ച് വെട്ടാം? 5 വെച്ച് വെട്ടാം. 2 5 10. ഓക്കെ ആണല്ലോ. ഇവിടെ വെട്ടുമ്പോൾ 19 5 95. 19 5 95. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ വെട്ടാം. 1 2 2 4 2 8. ഓക്കെ ആണല്ലോ. 4 2 8. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 4 കൊണ്ട് ഗുണിച്ചിട്ട് ഇൻറ്റു 95. ഓക്കെ ആണല്ലോ. 19 ഇൻറ്റു 4, 19 4 ആകുമ്പോൾ 40, 36, 76. ഓക്കെ, 76 ഇൻറ്റു 95. ഓക്കെ ആണല്ലോ. 76 ഇൻറ്റു 95. ഓക്കെ, 76 95 76 വെച്ച് ഗുണിച്ച് വെച്ചാൽ മതി. ഓക്കെ, 5 30 ഇഷ്ടം 0 ഇഷ്ടം 3 9 6 54 54 3 57. ഓക്കെ, 7 35 5 ശിഷ്ടം 3 9 7 63 63 3 66 0 12 2 ഇഷ്ടം 1. ഓക്കെ, 12 2 ഇഷ്ടം 1 7 7220. 7220. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 7220 ആണ്. ഡി ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ടിവിയുടെ വില ആദ്യമുള്ളതെന്ന് പറയുന്നത് എപ്പോഴും ആദ്യമുള്ള വില എന്ന് പറയുന്നത് 100%. അപ്പൊ അതെന്ന് പറയുന്നതാണ് 8000 രൂപ. അടുത്ത വർഷം അത് 5% കുറച്ചപ്പോൾ അത് 95%. വീണ്ടും അതിന്റെ അടുത്ത വർഷം 5% കുറച്ച് വീണ്ടും അത് 95%. ഓക്കെ, ഇപ്പോഴാണ് ടിവിയുടെ വില എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് വെച്ചാൽ 7220 രൂപയാണ് ഈ ടിവിയുടെ വില എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, കാര്യം വെച്ചാൽ ഇതൊക്കെ ഹരിക്കുക ഗുണിക്കുക അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ട കാര്യം. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അത് കഴിഞ്ഞുള്ള ഐറ്റമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത് ഗുണിക്കുക എന്നുള്ള മാത്രം സെറ്റപ്പേ ഉള്ളൂ. അത് സ്പീഡ് ചെയ്യാവുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത സംഖ്യ ഏതായിരിക്കും? മനസ്സിലായി, അടുത്ത സംഖ്യ ഏതായിരിക്കും? ഓക്കെ, ഇവിടെ കുറച്ച് സംഖ്യ തൊട്ടുണ്ടാണ്. 2, 5, 9, 19, 37, ഡാഷ്. അടുത്ത സംഖ്യ ഏതാ? അടുത്ത സംഖ്യ ഏതാന്ന് ചോദിച്ചത് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ഇതിന്റെ പാറ്റേൺ പോകുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, 2 ഇൻറ്റു 2 പ്ലസ് 1. 2ന്റെ ഇരട്ടി എത്ര? 4. 4 പ്ലസ് 1 എത്ര? 5 ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ,
5. അപ്പൊ ഈ കിട്ടി 2ന്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടി. അപ്പൊ ആണ് അടുത്ത സംഖ്യ കിട്ടിയത് 5. ഇനി അടുത്ത 5ന്റെ ഇരട്ടി എടുക്കുക. 5ന്റെ ഇരട്ടി എടുത്തേ. എന്നിട്ട് നമ്മൾ ഇവിടെ 1 കൂട്ടുമല്ലോ കുറയ്ക്കും. പകരം ഇവിടെ 1 കുറച്ചേ. 5ന്റെ ഇരട്ടി 10 ആണ്. 10 - 1 = 9 കണ്ടോ, 9. അടുത്ത് നോക്കിയേ, ഈ 9ന്റെ ഇരട്ടി എടുത്തേ 18. അതിന്റെ കൂടെ എത്ര കിട്ടി? 1 കൂട്ടിയേ. 9ന്റെ ഇരട്ടി എത്ര? 18. 18 + 1. 18 + 1 സമയത്ത് കിട്ടി 19 ഉണ്ടോ. ഓക്കെ, അടുത്ത അപ്പം എത്രയാണോ? ഈ 19ന്റെ ഇരട്ടി എടുക്കണം. 19 × 2 -1. ഇപ്പൊ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഈ പാറ്റേൺ ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ നമ്പറിന്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടി, അടുത്ത നമ്പറിന്റെ ഇരട്ടി എടുത്തിട്ട് 1 കുറച്ചു, അടുത്ത നമ്പറിന്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടി. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത നമ്പറിനെ അപ്പൊ ഇരട്ടി എടുത്തിട്ട് 1 കുറയ്ക്കുകയോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 19 × 2 എന്ന് പറയുമ്പോൾ എത്ര ഇട്ടോ? 38 എന്ന് ഇട്ടത്തില്ലയോ? ഓക്കെ, 38 - 1. 38 - 1 സമയത്ത് ഇട്ടോ 37. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്തുവാ? അടുത്ത സംഖ്യയുടെ 37ന്റെ ഇരട്ടി എടുത്തിട്ട് നമുക്ക് 37ന്റെ ഇരട്ടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 1 കൂട്ടണം. 37ന്റെ ഇരട്ടി എടുത്ത് 1 കൂട്ടും. ഓക്കെ ആണല്ലോ. 37ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണോ? 74 + 1 75. ആൻസർ 75 ആയിരിക്കും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 75 A ഓപ്ഷൻ ആയിരിക്കും. 30ന്റെ ഇരട്ടി 60, 7ന്റെ ഇരട്ടി 14. ഓക്കെ ആണല്ലോ. അപ്പോൾ 60 - 14 74 + 1 സമയത്ത് കിട്ടി 75 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 75. അപ്പോൾ ഇരട്ടി എടുത്ത് 1 കൂട്ടി, ഇരട്ടി എടുത്ത് 1 കുറച്ചു, ഇരട്ടി എടുത്ത് 1 കൂട്ടി, ഇരട്ടി എടുത്ത് 1 കുറച്ചു. ഈ ഒരു പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ പോകുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1.44ന്റെ വർഗ്ഗമൂലം എത്രയാണ്? വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം ഇതിനകത്ത് ഇരിക്കുന്ന ഒരു നല്ലൊരു ശതമാനം ക്വസ്റ്റ്യനും പാഠപുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യനാണ്. സ്കൂൾ ടെക്സ്റ്റിനകത്ത് വർഗ്ഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് ക്വസ്റ്റ്യനാണിത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനകത്ത് ഉള്ള ഈ LP-UP-ക്കാർ എപ്പോഴും നോക്കേണ്ടത് പാഠപുസ്തകം കൂടെ കുറച്ചുകൂടെ നോക്കണം. പാഠപുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ കുറെ സെറ്റ് ചെയ്യും. നമ്മൾ പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. അത് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് പേടിക്കേണ്ട, സെറ്റ് ചെയ്ത് തരാം. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മാത്രം ആലോചിക്കും. ഈ പാഠപുസ്തകം നോക്കണം. പാഠപുസ്തകത്തിലെ പല ക്വസ്റ്റ്യൻസുമാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അത് നോക്കിയേ, 1.44ന്റെ വർഗ്ഗമൂലം കാണുക. ഓക്കെ ആണല്ലോ, സ്ക്വയർ റൂട്ട്. അപ്പൊ എന്താണ് സ്ക്വയർ റൂട്ട് കാണാൻ? ഓക്കെ, അപ്പൊ ഇങ്ങനെ അർത്ഥം 1.44ന്റെ സ്ക്വയർ റൂട്ട് കാണാനാ. നമുക്ക് ആദ്യം പോയിന്റ് ഇല്ലാതെ ഈ 144ന്റെ സ്ക്വയർ റൂട്ട് കാണാം. 144ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. 144ന്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, സ്ക്വയർ റൂട്ടിന്റെ കേസാണ് പറയുന്നത്. സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണെങ്കിൽ വെളിയിൽ രണ്ട് സ്ഥാനമാണെങ്കിൽ വെളിയിൽ വരുമ്പോൾ ഒരു സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതാണ്, റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളാണെങ്കിൽ വെളിയിൽ വരുമ്പോൾ ഒരു സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനങ്ങളാണെങ്കിൽ 2 സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. 6 ആണെങ്കിൽ 3 സ്ഥാനത്തിന് കൊടുക്കണം. 8 ആണെങ്കിൽ 4, എന്നുവെച്ചാൽ 2-ൽ 1, 2 ആണെങ്കിൽ 1, 4 ആണ് 2, 6 ആണ് 3, 8 ആണ് 4, 2-ന് 1 എന്നുള്ള രീതിയിൽ. അകത്ത് 2 ആണ്, വെളി വരുമ്പോൾ 1 സ്ഥാനം, 4 ആണ് 2 സ്ഥാനം. ആ രീതിയിൽ വേണം ചെയ്യാൻ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. അപ്പോൾ വെളി വരുമ്പോൾ 1 സ്ഥാനം. ഇവിടെ ഇങ്ങോട്ട് എണ്ണണം. ആൻസർ എത്ര കിട്ടി? 1.2 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ്? 1.2. ബി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. ബി ഓപ്ഷൻ ആയിരിക്കും. 1.2 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ തന്നെയെന്ന് വിചാരിച്ചോ. ഓക്കെ, റൂട്ട് ഓഫ് 0. ഇങ്ങനെ വന്നതെന്ന് വെച്ചോ. 0.0121 ഇങ്ങനെ വന്നു വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഈ 121ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. 121ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 11. റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനം. അപ്പോൾ വെളി വരുമ്പോൾ 2 സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. 2 സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. 0.11. ഇവിടെ 0.1 കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുത്താൽ മതി. 0.11 എന്ന് ഒരിക്കൽ നമുക്ക് എൻ്റെ ആൻസർ കിട്ടുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ പറയാനോ 1.2 നമ്മുടെ ആൻസർ. സെറ്റാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/h വേഗത സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര സമയം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ, 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയാണ്. ഓക്കെ ആണല്ലോ. 90 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അത് 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി,
ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. അതിനാൽ ട്രെയിനിന്റെ നീളം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ട്രെയിൻ ആളിനെയോ പോസ്റ്റിനെയോ മരത്തെ മറികടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. അതിനാൽ ട്രെയിനിന്റെ നീളം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ട്രെയിൻ ഒരു പാലം, ഒരു പ്ലാറ്റ്ഫോം, വേറൊരു ട്രെയിൻ ഒരു തുരങ്കം, ഇതിനെയൊക്കെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് നീളവും കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അപ്പൊ എന്താണ്, ഒരു ട്രെയിൻ ഒരാളിനെയോ പോസ്റ്റിനെയോ മരത്തെയോ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. അതിനാൽ ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. പോസ്റ്റ് പിന്നെ എന്താണ്, പാലം, പ്ലാറ്റ്ഫോം, വേറെ ട്രെയിൻ, ഒരു തുരങ്കം. മനസ്സിലായല്ലോ. ഇതിനെ മറികടക്കുന്നു വെച്ചാൽ രണ്ട് നീളം കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറഞ്ഞേക്കുന്നത് 125 മീറ്റർ നീളമുള്ള ട്രെയിൻ 275 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ മറികടക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 125 മീറ്റർ പ്ലസ് എത്ര? 275 മീറ്റർ. ഓക്കെ ആണല്ലോ. 125 മീറ്ററും 275 മീറ്റർ കൂടുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടുന്നത് എത്ര കിട്ടും? മൊത്തം കുടുംബത്തിൽ ഇട്ടോ 400 മീറ്റർ എന്ന് കിട്ടും. 400 മീറ്റർ ഇതാണ് ഡിസ്റ്റൻസ്. 400 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്? എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ ആണ്. 90 കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ശ്രദ്ധിക്കണം. യൂണിറ്റിനകത്ത് ഒന്ന് മീറ്റർ ആണ്, ഒന്ന് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഈ കിലോമീറ്റർ പെർ അവറിലും മീറ്ററിലൂടെ ഇട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. യൂണിറ്റുകൾ കറക്റ്റ് ചെയ്യണം. ഒന്ന് മീറ്റർ ആണെങ്കിൽ ഇതിനോട് ചേരുന്ന സമയം എന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡോ മീറ്റർ പെർ മിനിറ്റോ ഒക്കെ ചെയ്യത്തുള്ളൂ. മനസ്സിലായി? മീറ്റർ പെർ മിനിറ്റ് എന്നോ മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ ആയിരിക്കും ചേരുന്നത്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ തന്നേക്കുന്നത് എല്ലാ സെക്കൻഡിലായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് തന്നെ മാറ്റുന്നതാണ് നല്ലത്. അപ്പൊ അതാണ് 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഇൻഡ് ചെയ്താണ്. എന്താണ്? 5/18 കൊണ്ട് ഇൻഡ് ചെയ്താണ്. മനസ്സിലായോ? 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഇൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? 90നെ 18 വെച്ചിരിക്കുമ്പോൾ 5 18 ആണ് 90. 18 5 90. മനസ്സിലായല്ലോ. ഓക്കെ, 18 2 18 36 3 18 54 4 18 72 5 18 90. ഓക്കെ, 28 5 കിട്ടും. 5 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ മീറ്റർ സെറ്റായി, രണ്ടും സെറ്റായി. ഇവിടെ മീറ്റർ ഓക്കെ ആയി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്, സമയം. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ മൊത്തം സഞ്ചരിക്കാനെടുത്ത വേഗത കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്. മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 400 മീറ്ററിനെ. ഓക്കെ, അതിന്റെ സ്പീഡ് എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഹരിക്കും. മീറ്ററൂടെ വെട്ടിയല്ലോ. ഇനി എന്താണ് ചെയ്യുന്നത്? 100-നകത്ത് 25 4 പ്രാവശ്യം, 200 ആകുമ്പോൾ 8 പ്രാവശ്യം, 400 ആകുമ്പോൾ 16 പ്രാവശ്യം. ആൻസർ 16 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. മീറ്റർ പെർ സെക്കൻഡ് പിന്നെ സംഖ്യയാണ്. ഹരിക്കാൻ മുമ്പ് തിരിഞ്ഞു വീഴുമ്പോൾ സെക്കൻഡ് മേളിലും പോകും, മീറ്റർ താഴെ വരും. അങ്ങനെ മീറ്ററും ക്യാൻസൽ ആയി പോയി സെക്കൻഡ് മേളിൽ വരും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 16 സെക്കൻഡ് ആണ്. സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 16 സെക്കൻഡ് ആണ്. സെറ്റ് ആണോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സമയം 8:15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. സമയം എന്ന് പറയുന്നത് 8:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 30h മൈനസ് 11/2m ആണ്. 30h മൈനസ് 11/2m ആണ്. മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നമ്മളെ കോണളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 30h മൈനസ് 11/2m. h എന്ന് വെച്ചാൽ അവർ എന്നും എം എന്ന് വെച്ചാൽ മിനിറ്റ് എന്നുമാണ്. ഓക്കെ ആണല്ലോ. h അവറും എം മിനിറ്റുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 8:15 ആണല്ലോ. 8:15 ആണ്. ഇതാണ് അവർ, ഇതാണ് മിനിറ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. 30 ഇൻറ്റു ഓക്കെ h എന്ന് പറഞ്ഞാൽ 8 മൈനസ് 11/2 ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 15. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. 3 24 240 മൈനസ് ഓക്കെ ആണല്ലോ. 15 ഗുണം 10 എന്ന് വെച്ചാൽ 150, 150 15 165, 165/2. ഓക്കെ ആണല്ലോ. 165/2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 240 മൈനസ് ഇവിടെ വെട്ടുമ്പോൾ എത്ര ഇട്ട്? 8 2 16, ഈ 2 4, I 2 10, 82.5 എന്ന് കിട്ടും. 82.5. ഓക്കെ,
നമുക്ക് എന്താണ് ഇനി 240 നിന്ന് 82.5 നമുക്ക് കുറയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 240 നിന്ന് 40 കുറച്ചാൽ 200 കിട്ടും. വീണ്ടും ഒരു 40 കുറച്ചാൽ എത്ര കിട്ടും? 160 കിട്ടും. പിന്നെ ഒരു 2.5 കുറിച്ചാൽ 157 എന്ന് കിട്ടും. എത്ര കിട്ടും? 157.5 കിട്ടും. 157.5 ഡിഗ്രിയാണ്. സി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. 157. വേണമെന്നുണ്ടെ 240 നിന്ന് എത്ര 82.5 കുറയ്ക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 0, ഇവിടെ 10 എടുക്കാം. 10 നിന്ന് 5 പോയാൽ ബാക്കി 5, ബാക്കി ഇവിടെ പോയിന്റ് കൊടുത്ത് ഇവിടെ ബാക്കി 9, 9 2 പോയി കഴിഞ്ഞാൽ ബാക്കി 7, ബാക്കി ഇവിടെ 10 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? ഇവിടെ 3 ഉള്ളു, 13. 13 നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി 5, 8 5 13, ബാക്കി 1, 157.5 ഡിഗ്രി. ഇങ്ങനെയാണ് നമുക്ക് എൻ്റെ ആൻസർ കിട്ടുന്നത്. നമുക്ക് മനസ്സിലല്ലെങ്കിൽ ഇതേപോലെ ഞാൻ നേരത്തെ ചെയ്തപോലെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസർ 157.5. സി ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ A, B, C ഇവർ ഒരുമിച്ചൊരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. 20 മണിക്കൂർ എടുത്താൽ എക്ക് മാത്രമായി ജോലി തീർക്കാം. 24 മണിക്കൂർ എടുത്താൽ ബിക്ക് മാത്രമായി ജോലി തീർക്കാം. എങ്കിൽ സിക്ക് മാത്രമായി ജോലി തീർക്കാൻ എത്ര മണിക്കൂർ കൊണ്ട് തീർക്കാം? എങ്കിൽ സിക്ക് മാത്രമായി ജോലി എത്ര മണിക്കൂർ കൊണ്ട് തീർക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് LCM ട്രിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ല ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ ഇക്വേഷൻ നിങ്ങൾക്ക് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എപ്പോഴും ടൈം ആൻഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എഫിഷ്യൻസി തന്നെ ചെയ്യണം. എഫിഷ്യൻസി തന്നെ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയാലും നമുക്ക് എഫിഷ്യൻസി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇക്വേഷൻ പരമാവധി അപ്ലൈ ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ഇക്വേഷൻസ് ആണോ ഉള്ളത്. ആ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ടിയിരിക്കും. ക്വസ്റ്റ്യൻ മാറുന്നത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യന് വേണ്ടി മാത്രമാണ്. ആ ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റാതായി പോകും. തിരിച്ച് നമുക്ക് ഒരു LCM മെത്തേഡ് വരുന്ന ആ ക്വസ്റ്റ്യൻ എങ്ങോട്ട് കൊണ്ടുപോയാലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ കൊണ്ടുപോയാലും ശരി ആ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും എഫിഷ്യൻസി. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എഫിഷ്യൻസി ട്രിക്ക് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാവുള്ളൂ. അപ്പോൾ നമ്മളത് ടോപ്പിക് ബേസ്ഡ് ക്ലാസ് ഒക്കെ ഉണ്ട്, എടുത്തിട്ടുണ്ട്. അതിന് പുതിയ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ലൈവ് വന്നൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, അടിപൊളിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എഫിഷ്യൻസി ട്രിക്കിലൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. A, B, C ഇവർ ഒരുമിച്ചൊരു ജോലി എത്ര മണിക്കൂറുണ്ട്? 8 മണിക്കൂർ കൊണ്ട് തീർക്കും. മനസ്സിലായില്ലേ? എയും ബിയും സിയും കൂടെ ഒരുമിച്ചൊരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എയും ബിയും സിയും കൂടെ ഒരാളൊരു ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം നോക്കണം. അപ്പോൾ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് പൂർത്തിയാക്കാനാ. എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ജോലി പൂർത്തിയാക്കാൻ വേണ്ടി 8 മണിക്കൂർ എടുക്കും. ഓക്കെ ആണല്ലോ. 8 മണിക്കൂർ എടുക്കും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? എക്ക് മാത്രം അത് പൂർത്തിയാക്കാൻ, തനിച്ചാണെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ, എക്ക് മാത്രം ആ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? എക്ക് മാത്രമാണെങ്കിൽ അത് 20 മണിക്കൂർ എടുക്കും. ബിക്ക് മാത്രമാണെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ആണ്? 24 മണിക്കൂർ എടുക്കും. ഓക്കെ ആണല്ലോ. സി മാത്രം ആ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന്റെ LCM കാണണം. പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എയും ബിയും സിയും കൂടെ ചേർത്ത് ജോലി പൂർത്തിയാക്കാനാണ് 8 മണിക്കൂർ. എ മാത്രം പൂർത്തിയാക്കാനാണ് 20 മണിക്കൂർ. ബി മാത്രം പൂർത്തിയാക്കാനാണ് 24. ഇത് എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാനെന്ന് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ പറയും ഒരു ജോലിയുടെ 2 ഭാഗം ചെയ്യാൻ 5 മണിക്കൂർ, ബിക്ക് അതേ ജോലിയുടെ 5ൽ 2 ഭാഗം ചെയ്യാൻ അല്ലെങ്കിൽ 5ൽ 3 ഭാഗം ചെയ്യാൻ 10 മണിക്കൂർ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ 5 മണിക്കൂറിനെയും 10 മണിക്കൂറിൻ്റെയും LCM കണ്ടാൽ നിങ്ങളുടെ കണക്ക് തെറ്റാ. ആ ജോലി പൂർത്തിയാക്കാനല്ല, 3ൽ 2 ഭാഗം ചെയ്യാനാണ് 5 മണിക്കൂർ. മനസ്സിലായോ? ഇപ്പോൾ 3ൽ 3 ഭാഗം ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണോ അതായിരിക്കണം അത് പൂർത്തിയാക്കാൻ എടുക്കുന്നത്. 5ൽ 3 ഭാഗം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 10 മണിക്കൂർ എങ്കിൽ 5ൽ 5 ഭാഗം ചെയ്യാനും വേണ്ടി അയാൾ എടുക്കുന്ന സമയത്താണ് അതായിരിക്കണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. അതിൻ്റെ LCM കണ്ടാലേ ഇങ്ങനെ കണക്ക് സെറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. PSC അങ്ങനെ പകുതി കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യന് തരുന്ന ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആലോചിച്ചോണം അത് പൂർത്തിയാക്കുന്ന സമയമാണോ എന്ന് നോക്കിയിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കുന്നത് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് പൂർത്തിയാക്കുന്നത്, എ മാത്രം പൂർത്തിയാക്കുന്നത്, ബി മാത്രം പൂർത്തിയാക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ LCM കാണണം. LCM ഓക്കെ എത്ര? 8,20,24. 8,20,24. ഇവിടെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 120 വരും. LCM 120 വരും. കാര്യം എന്താ? 8 ക്യാൻസൽ ആയി പോവും. ബാക്കി 20ൻ്റെ 24 LCM കണ്ടാൽ മതി. ഓക്കെ, 20 24 48 72
96 120. ഓക്കെ, 120 LCM 120 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 120. അല്ല അറിഞ്ഞൂടെ തരാൻ 2 വെച്ച് ഹരിച്ചാൽ ഇവിടെ LCM 120 2 വെച്ച് ഹരിക്കുമ്പോൾ ഇവിടെ 4 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 10 കിട്ടും, ഇവിടെ 3 കിട്ടും, 12 കിട്ടും. വീണ്ടും 2 വെച്ച് ഹരിക്കുമ്പോൾ ഇവിടെ 2 കിട്ടും, 5 കിട്ടും, 6 കിട്ടും. വീണ്ടും 2 വെച്ചു, 1 കിട്ടും, 5 അത്രയ്ക്ക് 3. ഓക്കെ ആണല്ലോ. 2 × 5 10, 2 4, 4 3 12. ഇതെല്ലാം തമ്മിൽ ഗുണിക്കുക. ഇതെല്ലാം തമ്മിൽ ഗുണിക്കുന്ന LCM എന്ന് പറഞ്ഞാൽ 12. LCM എന്ന് പറഞ്ഞാൽ 120 കിട്ടും. LCM 120. ഈ 120 എന്ന് പറയുന്നത് ഇവർ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന്റെ LCM എത്രയാണോ കിട്ടുന്നത് അതായിരിക്കണം അവിടുത്തെ ടോട്ടൽ വർക്ക്. അവർക്ക് ആ ജോലി ആകെ എത്ര വർക്ക് ഉണ്ടത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇത് LCM ആയിരിക്കും. ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 120 കിട്ടി. 120. ഈ 120 എന്ന് പറയുന്നതാണ് ടോട്ടൽ വർക്ക്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ടോട്ടൽ വർക്ക് കിട്ടി. ഇനി ഇവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത കണ്ടു. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 120 വർക്കാണുള്ളത്. അപ്പൊ ഇനി അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിവ്. ഇവർ മൊത്തം ചെയ്യുന്ന വർക്കിനെ അവരെടുക്കുന്ന ടൈം കൊണ്ട് ഹരിക്കുമ്പോഴാണ് അവിടെ കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി കിട്ടുന്നത്. എന്താണ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 10 മണിക്കൂർ എടുക്കുമെങ്കിൽ അയാൾ 1 മണിക്കൂറിൽ ചെയ്യുന്ന ജോലിയാണ് അയാളുടെ എഫിഷ്യൻസി. ഒരാൾ ഒരു ജോലി പൂർത്തിയാക്കാൻ 10 ദിവസം എടുക്കുമെങ്കിൽ അയാൾ 1 ദിവസത്തിൽ എത്ര ജോലി ചെയ്യോ അതായിരിക്കും അയാളുടെ എഫിഷ്യൻസി. ഒരാൾ ഒരു ജോലി പൂർത്തിയാക്കാൻ 10 മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ അയാൾ 1 മിനിറ്റിൽ എത്ര ജോലി ചെയ്യോ അതായിരിക്കും എഫിഷ്യൻസി. ഒരാൾ ഒരു ജോലി പൂർത്തിയാക്കാൻ 10 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ അയാൾ 1 സെക്കൻഡിൽ എത്ര ജോലിയോ അതായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണോ പറയുന്നത് അതിൻ്റെ ഒന്നായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുത്തെ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി നോക്കാം. എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കുന്ന മൊത്തം വർക്ക് എന്ന് വെച്ചാൽ 120 ആണ്. അവരെടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 8 ആണ്. 120നെ 8 വെച്ചിരിക്കുക. മൊത്തം വർക്കിനെ അവരുടെ സമയം കൊണ്ട് ഹരിക്കുമ്പോഴേ എഫിഷ്യൻസി. അപ്പൊ 120നെ 8 വെച്ചിരിക്കുമ്പോൾ എട്ടും ഓക്കെ നോക്കിയേ. 1 8 4 4 8 40 മനസ്സിലായി. 15 × 8 ആണ് 120. 15 × 4 60. 8 ആകുമ്പോൾ 120 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ എക്കും ബിക്കും സിക്കും കൂടെ 1 മണിക്കൂറിൽ 15 ജോലിയുള്ള കഴിവുണ്ട്. എക്കും ബിക്കും സിക്കും. കാര്യം ഇതെല്ലാം മണിക്കൂറിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. 1 മണിക്കൂറിൽ 15 ജോലിയുള്ള കഴിവുണ്ട്. ഇനി എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എയുടെ എഫിഷ്യൻസി എത്ര? 120നെ 20 വെച്ചിരിക്കാം. 120 വെച്ചിരിക്കുമ്പോൾ എത്ര കിട്ടിയോ? 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 6 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എക്ക് 1 മണിക്കൂറിൽ 6 ജോലിയുള്ള കഴിവുണ്ട്. എക്ക് മാത്രം 1 മണിക്കൂറിൽ 6 ജോലിയുള്ള കഴിവുണ്ട്. ഇനി ബിയുടെ എഫിഷ്യൻസി നോക്കാം. ബിയുടെ എഫിഷ്യൻസി 120 ഡിവൈഡഡ് ബൈ 24 സമയത്ത് കിട്ടി 5 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ എക്ക് മാത്രം 1 മണിക്കൂറിൽ 6 ജോലിയുള്ള കഴിവുണ്ട്. ബിക്ക് മാത്രം 1 മണിക്കൂറിൽ 5 ജോലിയുള്ള കഴിവുണ്ട്. മനസ്സിലായല്ലേ? എക്ക് മാത്രം 1 മണിക്കൂറിൽ എത്ര ജോലിയുള്ള കഴിവുണ്ട്? എക്ക് മാത്രം 1 മണിക്കൂറിൽ 6 ജോലിയുള്ള കഴിവുണ്ട്. ബിക്ക് മാത്രം 1 മണിക്കൂറിൽ 5 ജോലിയുള്ള കഴിവുണ്ട്. എയ്ക്കും ബിക്കും സിക്കും കൂടെ 1 മണിക്കൂറിൽ 15 ജോലിയുള്ള കഴിവുണ്ട്. ഓക്കെ ആണല്ലോ. എയ്ക്കും ബിക്കും സിക്കും കൂടെ 1 മണിക്കൂറിൽ 15 ജോലി. എക്ക് മാത്രം 6 ജോലി. ബിക്ക് മാത്രം 5 ജോലി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സിയുടെ എഫിഷ്യൻസി എത്ര നോക്കാം. എയും ബിയും സിയും കൂടെ 15 ജോലി ചെയ്യും. അതിൽ 6 എണ്ണം ചെയ്യുന്ന എയാ, 5 എണ്ണം ചെയ്യുന്ന ബി. അപ്പൊ 6 5 കൂടുമ്പോൾ 11 എണ്ണം ചെയ്യുന്ന എയും ബിയും കൂടെ. ബാക്കി എത്ര ഉണ്ടോ അതായിരിക്കത്തില്ല സി ചെയ്യുന്നത്. അപ്പൊ സിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എയും ബിയും സിയും കൂടെ 1 മണിക്കൂറിൽ 15 വഴമ്പൊരി കഴിക്കും. ഓക്കെ ആണല്ലോ. എ അതിൽ 6 എണ്ണം കഴിക്കും. ബി അതിൽ 5 എണ്ണം കഴിക്കും. അപ്പൊ എ 6 എണ്ണം ബി 5 എണ്ണം കഴിക്കുമ്പോൾ 5 6 കൊടുക്കുമ്പോൾ 11 എണ്ണം കഴിക്കുന്ന എയും ബിയും കൂടെ മൊത്തം 15 എണ്ണം കഴിക്കും. അതിൽ 11 എണ്ണം പോയാൽ ബാക്കിയുള്ള 4 എണ്ണം എന്ന് പറയുന്നത് സി കഴിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ സിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എത്ര? മൊത്തത്തിൽ 15 ആണല്ലോ. ഈ 15ൽ നിന്ന് എയുടെ എഫിഷ്യൻസി ആയ 5ഉം 6ഉം ബിയുടെ എഫിഷ്യൻസി ആയ 5 കുറയ്ക്കാം. 6 + 5 കുറയ്ക്കും. അപ്പോൾ തന്നെ 15 - 11. 15 - 11 സമയത്ത് കിട്ടി 4. സിയുടെ എഫിഷ്യൻസി 4 ആണ്. അപ്പൊ സിക്ക് ഒരു ദിവസം 1 മണിക്കൂറിൽ 4 ജോലി ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. സിക്ക് 1 മണിക്കൂർ എത്രയാണ്? 4 ജോലിയുള്ള കഴിവേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? സി ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നല്ലേ ചോദിക്കുന്നത്. സി ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും? ഓക്കെ ആണല്ലോ. നമുക്ക് സിയെ കൊണ്ട് ഈ ജോലി തനിച്ച് ചെയ്യിപ്പിക്കാം. സിയെ കൊണ്ട് നമുക്ക് ജോലി കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ പോകാം. ഓക്കെ, സി എത്ര ജോലി ചെയ്യണം അവിടെ? സിക്ക് മൊത്തം അവിടെ ചെയ്യാനുള്ള ജോലി 120. ടോട്ടൽ വർക്ക് 120 ആണ്. 120 ഈ 120നെ സിക്ക് 1 മണിക്കൂറിൽ എത്ര ജോലിയുള്ള കഴിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 4 ജോലിയുള്ള കഴിവുണ്ട്. അപ്പൊ അയാളുടെ 4 എഫിഷ്യൻസി ആയ 4 വെച്ചായിരിക്കും. ടോട്ടൽ വർക്കിനെ എഫിഷ്യൻസി വെച്ചാൽ 120 4 വെച്ചിരിക്കാം. 124 വെച്ചിരിക്കുമ്പോൾ 3 4 12 എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ ആണല്ലോ. സി ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മണിക്കൂറാണ്. ബി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണത്തിന്റെ വശത്തിന്റെ അളവുകൾ ആകുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഒരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് 3 വശങ്ങളാണുള്ളത്. അതിൽ 3 വശങ്ങളും 3 വ്യത്യസ്തമായിട്ടാണ്, 3 വ്യത്യസ്ത അളവുകളാണെങ്കിൽ അത്തരം ത്രികോണത്തെ നമ്മൾ വിളിക്കുന്നവരാണ് വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കെയിലിൻ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായല്ലോ? എല്ലാ കോണുകളും തുല്യമായിട്ട്, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണം എന്തോ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. മനസ്സിലായല്ലോ? സമഭുജ ത്രികോണം. 2 വശങ്ങൾ തുല്യമായിട്ടുള്ളത് സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. മനസ്സിലായല്ലോ? ഇത് തന്നിരിക്കുന്നത് വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കെയിലിൻ ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കണം. അപ്പൊ ഇവിടെ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാവണമെങ്കിൽ 3 വശം തരുന്നതിൽ ചെറിയ 2 വശങ്ങളുണ്ടല്ലോ, അത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം, ആ ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം മൂന്നാമത്തെ വലിയ വശം ഉണ്ടല്ലോ അതിനെക്കാട്ടിൽ കൂടുതലായിരിക്കണം. മനസ്സിലായി? 3 വശങ്ങളുണ്ട്, അതിനകത്ത് ചെറിയ 2 വശങ്ങളോട് കൂട്ടുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് വലിയ വശത്തെക്കാട്ടിൽ കൂടുതലായിരിക്കണം. ആ കൂട്ടി കിട്ടുന്ന ഉത്തരം വലുതിനെക്കാട്ടിൽ വലുതായിരിക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ ത്രികോണത്തിലെ ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ 13. അപ്പൊ ചെറിയ 2 വശം ഏതൊക്കെ? 8 6 ഓക്കെ ആണല്ലോ? 8 6 കൂട്ടുമ്പോൾ നമുക്ക് നോക്കാം. 8 6 കൂട്ടുമ്പോൾ 6 + 8 8 6 കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര? 8 6 കൂടുമ്പോൾ 14. ഈ 14 എന്ന് പറയുന്നത് വലിയ വശം എത്ര? 13-നെക്കാട്ടിലും വലുതാണ്. അത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം വലിയ വശത്തേക്കായി 13-നെക്കാട്ടിൽ വലുതല്ലേ 14. ഓക്കെ, അങ്ങനെ വരുന്നാൽ അത് തന്നെ ആയിരിക്കും ആൻസർ. അപ്പൊ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. സെറ്റ് ആണല്ലോ? ഓക്കെ, വേറെ കൂടുതൽ ഒക്കെയൊന്നും വേണ്ട. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഏറ്റവും വലിയ വശം എത്ര? 8. ഇവിടെ 4 3 കൂടുമ്പോൾ 8 7. 7 എന്ന് പറഞ്ഞാൽ 8-നെക്കാട്ടി ചെറുതാ. ഇത് പറ്റത്തില്ല. കാര്യം ഇതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയ വശം എത്ര? 9. ഇവിടെ 5 4, ചെറിയ 2 വശം 5 4 9. ഈ 9 ഇത് 9 തുല്യമാ. ഇതും പറ്റത്തില്ല, കൂടുതൽ വരണം. ഓക്കെ, നോക്കിയേ, ഇവിടുത്തെ ഏറ്റവും വലിയ വശം 16. ഇവിടെ 7 4 കൂടുമ്പോൾ 11 കിട്ടത്തുള്ളൂ. 16-നെക്കാട്ടി ചെറുതാ. അതും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഉദാഹരണം ഇതെടുക്കോ. ഓക്കെ, നമ്മൾ ആദ്യം നമുക്ക് വരയ്ക്കാൻ പോകും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു വര നമ്മൾ വരച്ചു. ഓക്കെ ആണല്ലോ? ത്രികോണം വരയ്ക്കുക. എന്നിട്ട് കോമ്പസിൽ കുത്തി 3 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇവിടെ 4 സെന്റിമീറ്റർ കുത്തി നമ്മളൊരു ആർക്ക് വരച്ചു. ഇത് നമ്മൾ കൂട്ടിമുട്ടത്തില്ല. കൂട്ടിമുട്ടിയാലല്ല ത്രികോണം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ 5 4 9 9 ആകുമ്പോൾ ഈ വര ഇങ്ങനെ അങ്ങ് പോകും. ഇവിടെ വെച്ച് കറക്റ്റ് ഈ പോയിന്റിൽ വെച്ച് ഇവിടെ വെച്ചായിരിക്കും അവർ കൂട്ടിമുട്ടുന്നത്. അതും പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ നോക്കിയേ. ഞാൻ 13 സെന്റിമീറ്റർ നീളത്തിലുള്ള വര വരച്ചു. ഓക്കെ, 6 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഇങ്ങനൊരു വരയും വരച്ചു. 8 സെന്റിമീറ്റർ നീളത്തിൽ ഇങ്ങനൊരു വരയും വരച്ചു. ഇത് തമ്മിൽ കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടുന്നിടത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഇങ്ങനെ ത്രികോണം വരയ്ക്കുന്നത്. മനസ്സിലായോ? ബാക്കി ഒന്നും ഇതേപോലെ കൂട്ടിമുട്ടത്തില്ല. കൂട്ടിമുട്ടിയല്ല നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റത്തുള്ളേ. അത് പറ്റത്തില്ല. അതാണ് ഇതിനകത്ത് കാര്യം. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. അലമാരയുടെ പരസ്യവില എത്രയാണ്? ഓക്കെ ആണല്ലോ? അനു ഒരു അലമാര വാങ്ങിച്ചു. അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ 8% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. 8% വിലക്കുറവിലാണ് തരുന്നത്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? 8% വിലക്കുറവിലാണ് തരുന്നത്. എത്ര? 960 രൂപയ്ക്കാണ് അലമാര തരുന്നത്. 960 രൂപ. അനു ഒരു അലമാര വാങ്ങി. എത്ര ശതമാനം? 8% വിലക്കുറവിലാണ് അനു അലമാര വാങ്ങിയത്. എത്രയാണ്? 8% വിലക്കുറവിലാണ് വാങ്ങിയിരിക്കുന്നത്. 960 രൂപ കുറച്ചു കൊടുത്തു. മനസ്സിലായി? അതിനകത്ത് എഴുതി ഒട്ടിച്ചേക്കുന്ന വിലയെക്കാട്ടി 8% വിലയും കുറച്ചു കൊടുത്തു. ആ 8% വിലയെന്ന് പറഞ്ഞാൽ 960 രൂപ. 960 രൂപ കുറച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അലമാരയുടെ പരസ്യവില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയും. മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയും. പരസ്യവില എന്നൊക്കെ പറയും. ഓക്കെ ആണല്ലോ? അത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏത് സാധനത്തിന്റെയും പരസ്യവില എന്ന് പറയുന്നത് 100%. 100%. എപ്പോഴും ഡിസ്കൗണ്ട് അനുവദിക്കുന്ന, ഓർത്ത് വെച്ചോണം, എപ്പോഴും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ്, മലയാളത്തിൽ കിഴിവ് എന്ന് പറയുന്നത്, കിഴിവ് അനുവദിക്കുന്നത് പരസ്യവിലയിൽ നിന്നാ, മാർക്കറ്റ് പ്രൈസിൽ നിന്നാ. ഒരിക്കലും അതിന്റെ യഥാർത്ഥ വിലയിൽ നിന്ന് വില കുറച്ചു കൊടുക്കത്തില്ല. ഒരിക്കലും യഥാർത്ഥ വിലയിൽ നിന്ന് വില കുറച്ചു കൊടുത്താൽ ആ കച്ചവടം നഷ്ടമായിരിക്കും, ലോസ് ആയിരിക്കും. മനസ്സിലായല്ലോ? പരസ്യവിലയിൽ നിന്ന് വില കുറച്ചു കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 8% വിലക്കിഴിവാണ് അനു അലമാര വാങ്ങിയപ്പോൾ കിട്ടിയിരിക്കുന്നത്. എത്ര? 960 രൂപയാണ് വില കുറഞ്ഞിട്ട്. അപ്പൊ എന്താണ്? ഈ 8% വില കുറഞ്ഞു കിട്ടി. അതേപോലെ 960 രൂപ വില കുറഞ്ഞു കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 960 രൂപ എന്ന് പറയുന്നത്
8%. മനസ്സിലായല്ലോ? 8% 960. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? 8% എന്ന് പറയുന്നതാണ് 960 എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതിന്റെ പരസ്യവില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരസ്യവില എന്ന് പറയുന്നത് എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100% ഈ 100% എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാ ക്രോസ് ചെയ്ത് കൊണ്ട് ഗുണിച്ച് വെച്ചാൽ അത് ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ 960 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 8. ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇവിടുത്തെ നമ്പർ എടുത്ത് താഴെ എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് 8% 960 എങ്കിൽ അതിന്റെ പരസ്യവില എപ്പോഴും 100% എത്രയാണെന്ന് അറിയത്തില്ല. 8% അറിയാം, 100% അറിയത്തില്ല. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുക. അപ്പൊ 960 100 ഗുണിക്കുക, ഇവിടുത്തെ നമ്പർ ഏതാണ് എടുത്ത് താഴെ എഴുതുക. ഓക്കെ ആണല്ലോ? ഓക്കെ, 12 8 96. 12 8 90നെ 8 വെച്ചിരിക്കും 12 എന്ന് കിട്ടും. 12 8 96. ഈ 960 ഒരു പൂജ്യവും 100ന് 2 പൂജ്യം ഇട്ട് കൊടുക്കുക. അതിന്റെ പരസ്യവില എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. ഡി ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഡിവിഷനിലെ 30 പേരുണ്ട്. അവരുടെ ക്ലാസ്സിലെ ശരാശരി മാർക്ക് 60. ബി ഡിവിഷനിലെ 45 പേരുടെ ശരാശരി മാർക്ക് എന്ന് വെച്ചാൽ 90. 2 ക്ലാസ്സിലെ കുട്ടികൾ ഒന്നിച്ചാൽ പുതിയ ശരാശരി എത്ര? ഓക്കെ ആണല്ലോ? ഇതേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. ഇതും ഒക്കെ പാഠപുസ്തകം ബേസ് ആണ് കേട്ടോ, സ്കൂൾ ടെക്സ്റ്റ് ബേസ് ആണ്. ഓക്കെ, എ ഡിവിഷനിലെ 30 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് എന്ന് പറഞ്ഞാൽ 60 ആണ്. ബി ഡിവിഷനിലെ 45 പേരുടെ ശരാശരി മാർക്ക് എന്ന് വെച്ചാൽ 90 ആണ്. ഓക്കെ ആണല്ലോ? 2 ക്ലാസ് ഒന്നിച്ചാൽ പുതിയ ശരാശരി എത്രയാണ്? ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ തുക കിട്ടും. മനസ്സിലായല്ലോ? ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ തുക കിട്ടും. ശരാശരി കണ്ടിടുന്നത് തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലും മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഇവിടെ എണ്ണം തന്നത് എ ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി എന്ന് വെച്ചാൽ 60 ആണ്. അപ്പോൾ അവരുടെ തുക കണ്ടുപിടിക്കാം. 30 × 60. 30 × 60 ഇതാണ് അവരുടെ തുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ബി ഡിവിഷനിൽ എത്ര പേരുണ്ട്? 45 പേരുണ്ട്. ബി ഡിവിഷനിലെ 45 പേരുണ്ട്. അവരുടെ ശരാശരി എന്ന് വെച്ചാൽ 90 ആണ്. ബി ഡിവിഷനിലെ 45 പേര്, അവരുടെ ശരാശരി 90 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ഇവരുടെ തുക കണ്ടുപിടിക്കാം. ശരാശരി എണ്ണം കൊണ്ട് ഗുണിക്കാം. 45 × 90. ഇതാണ് രണ്ടാമത്തെ ക്ലാസ്സിലെ തുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിലെ തുക എത്ര? ഒന്നാമത്തെ ക്ലാസ്സിൽ എ ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 60 ആണ്. ബി ഡിവിഷനിൽ എത്ര ഉണ്ട്? 45 പേരുണ്ട്. അവരുടെ ശരാശരി എന്ന് വെച്ചാൽ 90 ആണ്. അപ്പൊ ഇത് ഒന്നാമത്തെ ക്ലാസ്സിലെ തുക, ഇത് രണ്ടാമത്തെ ക്ലാസ്സിലെ തുക. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കത്തില്ലോ 2 ക്ലാസ്സിലൂടെ മൊത്തത്തിലുള്ള തുക. മനസ്സിലായി? ഇത് ഒന്നാമത്തെ ക്ലാസ്സിലെ മാത്രം കുട്ടികളുടെ തുകയാണ്, ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചു. ഇത് രണ്ടാമത്തെ ക്ലാസ്സിലെ മാത്രം കുട്ടികളുടെ തുകയാണ്, ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചു. ഇത് തമ്മിൽ കൂട്ടുന്നത്, ഈ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടുമ്പോഴായിരിക്കും ആ ക്ലാസ്സിലെ മൊത്തം തുക കിട്ടുന്നത്. ഓക്കെ, മൊത്തം തുകയായിട്ട് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നില്ലേ ശരാശരി? തുകയെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര? ഒന്നാമത്തെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര? 60 കുട്ടികളുണ്ട്. മനസ്സിലായല്ലോ? അല്ല, 60 അല്ല, 45. ഒന്നാമത്തെ ക്ലാസ്സിൽ 30 കുട്ടികളും ബി ഡിവിഷനിൽ 45 പേരും. 45 പേര്. ഓക്കെ ആണല്ലോ? 45 കിട്ടിയല്ലോ? ഓക്കെ, ഇനി ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, 3 3 18 1800. ഓക്കെ, പ്ലസ് 45 × 9. 45 × 9. 45 × 10 ആകുമ്പോൾ 4500 വരും. സോറി, 45 × 450 വരും. 450 ആകുമ്പോൾ 450 45 കുറച്ചാൽ 405 കിട്ടും. 405. കിട്ടി 4050 കിട്ടും. 4050 ഡിവൈഡഡ് ബൈ 40 75 കുടുംബത്തിൽ 75 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഓക്കെ, യെസ്, നമുക്ക് നോക്കിയേ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 4000 5000 5850 ഇല്ലയോ? 5850 ഡിവൈഡഡ് ബൈ 75 സെറ്റ് ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. 75 വെച്ച് ഹരിക്കാം. അല്ലെ, നമുക്ക് ഇതിനെ വെട്ടി ചെറുതാക്കാം. 25 വെച്ച് അങ്ങ് ഹരിക്കാം. 25 കിട്ടുമ്പോൾ 3 25 75, 2 25 ആകുമ്പോൾ 50 വരും. 2 25 50 വരും. ബാക്കി എത്ര ഉണ്ട്? 8 ഉണ്ട്. 3 25
75, 325, 10 100, 4 25 100. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി 3 വെച്ചിരിക്കാം. 7 3 21, ഇഷ്ടം 2, 8 3 24. ആൻസർ 78 എന്നുള്ള ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ എ ഓപ്ഷൻ ആയിരിക്കും. ആൻസർ 78 ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഗുണിച്ച് ഹരിച്ചു വരുന്നതിനകത്താണ് ഉള്ള കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ 30 കുട്ടികളുണ്ട്. 30 കുട്ടികളുടെ ശരാശരി 60, 45 കുട്ടികളുടെ ശരാശരി 90. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 30 കുട്ടികളുടെ ആകെ മാർക്ക് എന്ന് വെച്ചാൽ എത്രയാണ്? 1800. അപ്പോൾ 45 കുട്ടികളുടെ ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4050. അതെല്ലാവരുടെ കൂട്ടിയിട്ട് എണ്ണം എത്ര? 75. 75 വെച്ച് ഹരിക്കുക 40, 45 30 കൂടുമ്പോൾ 75 കിട്ടും. തുക ബൈ എണ്ണ 5850 75 വെച്ച് ഹരിക്കുമ്പോൾ 78 എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. സെറ്റാണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈലാണ്? കാണാതെ പഠിച്ചു ചോദിച്ചാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 0.621 621 മൈലാണ്. മനസ്സിലായല്ലോ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0.621 മൈലാണ്. സെറ്റാണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും, നീല ബൾബുകൾ 6 സെക്കൻഡ് ഇടവിട്ടും, ചുവപ്പ് ബൾബുകൾ 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. 3 ബൾബുകളും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയാൽ 8 മണിക്ക് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അവ എപ്പോൾ വീണ്ടും പ്രകാശിക്കും? ഇത് പാഠപുസ്തകത്തിനകത്തെ ഹോംവർക്കിനകത്തോടെ പോണ്ടി ക്വസ്റ്റ്യൻ കേട്ടല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണ്, 5ാം ക്ലാസ്സിലാണ്. LCM HCF കാണാൻ പഠിപ്പിക്കുന്ന 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിലെ LCM ആൻഡ് HCF പഠിപ്പിക്കുന്ന ചാപ്റ്റർ ഏതാണോ അതിൻ്റെ ഹോംവർക്കിനകത്ത് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. പഴയ പുസ്തകം, പുതിയ പുസ്തകം വന്നത് ഞാൻ നോക്കിയില്ല. പുതിയ പുസ്തകത്തിനകത്ത് എവിടെയാണ് കിടക്കുന്നതെന്ന് പുതിയ പുസ്തകത്തിനകത്ത് നോക്കണം. ഏത് ക്ലാസ്സിലാണ് ഇത് കിടക്കുന്നതെന്ന് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാസ്സുകളൊക്കെ ഷഫിൾ, ചാപ്റ്ററുകളൊക്കെ ഒരുപാട് ചേഞ്ചസുകളൊക്കെ വന്നിട്ടുണ്ട്. വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിലായിരുന്നു സാധാരണ പലിശ പഠിച്ചിരുന്നത്. 8ാം ക്ലാസ്സിലായിരുന്നു കൂട്ടുപലിശ പഠിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിലെ സാധാരണ പലിശ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സാധാരണ പലിശ 6 മാറ്റിയിട്ടുണ്ട്. 8ലെ കൂട്ടുപലിശ അത് 7 വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതാണ് ഈ നമ്മുടെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന, കഴിഞ്ഞ വർഷം പുസ്തകം മാറുന്നതിന് മുമ്പ് എത്രയാണ് 1ാമത്തെ ചാപ്റ്റർ ആയിരുന്നു, ഒറ്റ ചാപ്റ്റർ ആയിട്ടായിരുന്നു. ഇപ്പോൾ പുസ്തകം മാറി വന്നപ്പോൾ പുതിയ പുസ്തകത്തിനകത്ത് അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1ാമത്തെയും 3ാമത്തെയും ചാപ്റ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, പകുതിയാക്കി 2ആക്കി. ആദ്യത്തെ വർഷത്തുള്ള പുസ്തകത്തിനകത്തുള്ള കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് മാറ്റുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതി അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാവും എങ്കിൽ പക്ഷികളുടെ കൂട്ടമാകാവുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എത്ര? പക്ഷികളുടെ എണ്ണമാകാവുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എത്ര എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വർഷത്തെ പുസ്തകത്തിനകത്ത് കാണുന്നില്ല, അത് മാറ്റിയിട്ടുണ്ട് അവർ. ഓക്കെ, അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് പാഠപുസ്തകത്തിനകത്ത് നമ്മൾ നേരത്തെ LPUP ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകം സ്കൂൾ ടെക്സ്റ്റ് നമ്മൾ ഫുൾ എടുത്ത് 5 to 10 വരെ എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉള്ളതിനകത്തുള്ള ഒരു സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും, നീല ബൾബുകൾ 6 സെക്കൻഡ് ഇടവിട്ടും, ചുവപ്പ് ബൾബുകൾ 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. ഇപ്പൊ 3 ബൾബുകളും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അവ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്നത് എപ്പോഴാണ്? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കാര്യമൊന്നുമില്ല. എന്താണ് ഒരു പച്ച ബൾബ് എത്ര സെക്കൻഡ് കൂടുമ്പോഴാ? 4 സെക്കൻഡ് കൂടുമ്പോൾ 4 സെക്കൻഡ് കൂടുമ്പോൾ പ്രകാശിക്കും. ഓക്കെ ആണല്ലോ. നീല ബൾബ് എത്ര? 6 സെക്കൻഡ് കൂടുമ്പോൾ പ്രകാശിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ചുവപ്പ് ബൾബ് എത്ര? 9 സെക്കൻഡ് കൂടുമ്പോൾ പ്രകാശിക്കും. 9 സെക്കൻഡ് കൂടുമ്പോൾ പ്രകാശിക്കും. ഓക്കെ, ഇനി എന്താണ്? ഇവ രാവിലെ ഒരുമിച്ച് 8 AM 8 AM ഒരുമിച്ച് പ്രകാശിച്ചു തുടങ്ങി. ഇനി എപ്പോഴാണ് ഇവ ഒരുമിച്ച് പ്രകാശിക്കുന്നതെന്ന് അറിയാൻ വേറെ പ്രത്യേകിച്ചും ചെയ്യേണ്ട. ഈ തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM കണ്ടാൽ മതി. എത്രൻ്റെ? 4ന്റെയും 6ന്റെയും 9ന്റെയും LCM കാണണം. ഓക്കെ ആണല്ലോ. 4, 6, 9 ഇവയുടെ LCM കാണണം. 4, 6, 9ന്റെ LCM എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1
36 വരും. 36 LCM വരുന്നത് കേട്ടോ. 36 വരും. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. 2 വെച്ചിരിക്കുന്നുണ്ട്. ഈ 2 4, 3 2 6, 9 അത്രയ്ക്ക്. അടുത്തത് 3 വെച്ച് 2 അത്രയ്ക്ക്, 1 3 3 3 3 9 പറ്റത്തില്ല. ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 3 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 6 ഗുണം 6 36. LCM എന്ന് വെച്ചാൽ 36 ആണ്. ഓക്കെ ആണല്ലോ, 36. അപ്പം നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ LCM അങ്ങ് കാണാം. ഓക്കെ, ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3. ഇത് തമ്മിൽ ഗുണിക്കുന്ന LCM. ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 36 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറയുന്നത് സെക്കൻഡ് ആണോ എന്ന് നോക്കണം. സെക്കൻഡ് ആണ് എങ്കിൽ എന്താണ് ഇത് 4 സെക്കൻഡ് 6 സെക്കൻഡ് 9 സെക്കൻഡ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഓരോ 36 സെക്കൻഡ് കൂടുമ്പോൾ ഇവ ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കും. ഓരോ 36 സെക്കൻഡ് കൂടുമ്പോൾ ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കും. ഇനി ഇത് പറയുന്നത് 4 മിനിറ്റ് 6 മിനിറ്റ് 9 മിനിറ്റ് എന്നാണെങ്കിൽ ഓരോ 36 മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഇനി പറയുന്നത് 4 മണിക്കൂർ 6 മണിക്കൂർ 9 മണിക്കൂർ ആണെങ്കിൽ ഓരോ 36 മണിക്കൂർ കൂടുമ്പോൾ ഇവ ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഇങ്ങനെ 3 സെറ്റപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണം, മണിക്കൂറാണോ മിനിറ്റ് ആണോ സെക്കൻഡ് ആണോ. ഇനി മണിക്കൂറാണെങ്കിൽ അത്ര മണിക്കൂർ കൂടുമ്പോൾ, മിനിറ്റ് ആണോ അത്ര മിനിറ്റ്, സെക്കൻഡ് ആകുമ്പോൾ അത്ര സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ക്വസ്റ്റിന് പറയുന്ന സെക്കൻഡ് ആയിട്ട് ഓരോ 36 സെക്കൻഡ് കൂടുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ ലൈറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് കത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ? ഇവ രാവിലെ ഒരുമിച്ച് കത്തിയത് എപ്പോഴാണ്, എത്ര മണിക്കാ? 8 AM ആണല്ലോ. 8 AM ഇനി ഒരുമിച്ച് കത്തിയെങ്കിൽ ഇനി എപ്പോൾ അത് ഒരുമിച്ച് കത്തുന്ന എപ്പോഴാന്ന് വെച്ചാൽ 8 മണി 36 സെക്കൻഡ്. 8 മണി 36 സെക്കൻഡിലാണ് കേട്ടോ. 8 മണി 36 സെക്കൻഡ്. മനസ്സിലായല്ലോ? 8 മണി 36 സെക്കൻഡിനായിരിക്കും ഇവ ഒരുമിച്ച് കത്തുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 8 മണി 36 8.00 8 മണി 00 മിനിറ്റ് 36 സെക്കൻഡ്. അപ്പോൾ ആൻസർ സി ഓപ്ഷൻ ആണ് ആൻസർ. മനസ്സിലായി? 8 മണി. അപ്പോൾ നമുക്ക് 8 മണി ഓപ്ഷൻ എഴുതിയേക്കുന്നല്ല എഴുതാം. 8 മണി 00 മിനിറ്റ് 36 സെക്കൻഡ്. ഓക്കെ, ഇത്രയും മണിക്കാണ് കേട്ടോ. ഓക്കെ, 8 മണി 0 മിനിറ്റ് 36 സെക്കൻഡ്സ്. അങ്ങനെയാണ് ഒരു ഓപ്ഷൻ തന്നേക്കുന്ന രീതി ഞാൻ ആൻസർ ചെയ്തെന്നുള്ളൂ. സെറ്റ് ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഇവിടെ നോക്കിയേ. 0.2 ക്യൂബ് മൈനസ് 0.1 ക്യൂബ് ഡിവൈഡഡ് ബൈ 0.2 സ്ക്വയർ പ്ലസ് 0.2 ഇൻറ്റു 0.1 പ്ലസ് 0.1 സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. കാര്യമൊന്നുമില്ല. ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്. 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അന്ന് ഇവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. വേണ്ട, എ ക്യൂബ് മൈനസ് ഇതൊരു വേറെ നമ്പർ അതിന്റെ ക്യൂബാ. ഇവിടെ നടുക്ക് മൈനസ്. അപ്പൊ എ ക്യൂബ് മൈനസ് ബി ക്യൂബാ. അപ്പൊ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായല്ലോ? എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് എന്തുണ്ട്, ഈ എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് വരെ ഞാൻ ഇങ്ങനെ എഴുതി. എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് വരെ എന്താ എഴുതി? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതി. ബൈ താഴെ എന്തുണ്ട്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ഇത് എ ആണ്, ഇത് എ ഇത് ബി. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. അത് എ തന്നെ ഇവിടെ. എ എന്ന് വെച്ചാൽ 0.2ന്റെ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി. എ ഗുണം ബി ആണ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ഇവിടെ എഴുതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതുകൂടെ അങ്ങ് ക്യാൻസൽ ആയി പോകും. ഇതൂടെ ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ആയി പോയി ബാക്കി എത്ര ഇതുണ്ട്? എ മൈനസ് ബി മാത്രമേ ഉള്ളൂ. എ മൈനസ് ബി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ മൈനസ് ബി ആയിരിക്കണം. ഇതിനകത്തുനിന്ന് ഇത് എഴുതുമ്പോൾ ഇപ്പോഴത്തെ എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എന്താണ്? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ ബി
പ്ലസ് ബി സ്ക്വയറിനകത്തുനിന്ന് ഇതൂടെ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇനി എന്തുകൊണ്ട് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇരിക്കുന്ന എ മൈനസ് ബി. അപ്പോൾ എയിൽ നിന്ന് ബി കുറയ്ക്കുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്നാണ് എൻ്റെ അർത്ഥം. എ മൈനസ് ബി, എയിൽ നിന്ന് ബി കുറയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0.2, ബി എന്ന് പറഞ്ഞാൽ 0.1. അപ്പോൾ എന്താണ് 0.2 മൈനസ് 0.1 ഇതായിരിക്കും ആൻസർ. 0.2 നിന്ന് 0.1 കുറയ്ക്കുക ഇതായിരിക്കും ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 0.2 മൈനസ് 0.1 സമം 0.1 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ ആൻസർ ബി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. 0.2 ഇങ്ങനെ കുറച്ച് നോക്കിയാൽ 0.2 നിന്ന് 0.1 കുറയ്ക്കുക, 2 നിന്ന് 1 കുറച്ചാൽ 1, 0.0 കേട്ടോ, 0.1 ആയിരിക്കും നമ്മുടെ ആൻസർ. 0.1 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ബി ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, അടുത്ത ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ, അടുത്ത പദമാണ്. നിങ്ങൾ ആലോചിച്ചോണം, ഈ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എൽ പിക്കും യു പിക്കും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. എൽ പിയുടെയും യു പിയുടെയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അതിൻ്റെ വരുന്ന രീതി നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ ഓക്കെ 500, അടുത്തെത്ര 1000, അടുത്തെത്ര 100, അടുത്തെത്ര 200, അടുത്തെത്ര 20, അടുത്ത നമ്പർ എത്ര? മനസ്സിലായല്ലോ. 500, 100, 500, 1000, 100, 200, 20 ഡാഷ്. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 500 ഗുണം 2 ഇതാണ് 1000. 500 2 കൊണ്ട് പിടിക്കുന്നില്ലേ 1000. അപ്പോൾ ഇതിന് 2 കൊണ്ട് പിടിച്ചാൽ അടുത്തത് 1000/10. 1000ത്തെ 10 വെച്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടും 100 കേട്ടോ. അടുത്ത പദം ഓക്കെ, ആദ്യം 2 കൊണ്ട് ഗുണിച്ചു, അടുത്ത പദത്തെ 10 വെച്ചരിച്ചു. ഇതെന്താണ്? ഈ 100നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു, നമുക്ക് എത്ര കിട്ടി? 200 കിട്ടി. 200 കിട്ടി. പിന്നെ എന്താണ്? 200നെ വീണ്ടും നമുക്ക് 10 വെച്ചരിക്കുക. 200നെ 10 വെച്ചരിക്കുമ്പോൾ എത്ര കിട്ടി? 20 കിട്ടി. അടുത്ത പദം 20. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തെത്ര? 20നെ 2 കൊണ്ട് വീണ്ടും ഗുണിക്കണം. എത്ര കിട്ടി? 40. ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 40 സി ഓപ്ഷൻ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? 500നെ 2 കൊണ്ട് ഗുണിച്ചു 1000, 1000ത്തെ 10 വെച്ചരിച്ചു 100, വീണ്ടും 100നെ 2 വെച്ച് ഗുണിച്ചു 200, 200നെ 10 വെച്ചരിച്ചു 20, 20നെ 2 കൊണ്ട് വീണ്ടും ഗുണിക്കണം. ഇത്ര കിട്ടും 40 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 40. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇതാണ് ഗുണിക്കുക, ഗുണിച്ചു ഹരിച്ചു, ഗുണിച്ചു ഹരിച്ചു, അടുത്ത ഗുണിക്കണം. ഓക്കെ ആണല്ലോ. ഫൈനൽ ആൻസർ 40. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 256 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്രയാണ്? മനസ്സിലായല്ലോ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് വന്നിട്ടുണ്ട്. സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയണ്ട, നോക്കിയോ സ്ക്വയറിന്റെ പരപ്പളവ്. ഒരു സമചതുരം, സമചതുരത്തിന്റെ ഇതാണ് സമചതുരം. ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 200. ഇതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് നമുക്ക് എന്തായിരിക്കാം, ഒരു മറ്റൊരു മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന മധ്യബിന്ദു ഉണ്ടേ. ആണോ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന മറ്റൊരു സമയം മധ്യബിന്ദുക്കൾ. അപ്പൊ ഈ രൂപത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന മുമ്പ് ആദ്യമുള്ള സമയം ഉണ്ടല്ലോ, അതിന്റെ പരപ്പളവ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. എത്ര? 256 എന്ന് ഇട്ടിട്ടുണ്ട്. അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന മറ്റു സമയത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും. ആദ്യത്തെ സമയത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും ഒരു സമയത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന മറ്റൊരു രൂപത്തിന്റെ പരപ്പളവ്. മറ്റൊരു ഒരു സമയം തന്നെ കിട്ടത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചു കാണിച്ചത്. ഈ മറ്റൊരു സമയത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞത് ആദ്യത്തെ സമയത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഇതിന്റെ പകുതി എടുക്കുക 1, 2, 8, 128 ആയിരിക്കും. മനസ്സിലായല്ലോ.
ഓക്കെ, 128 ആയിരിക്കും നമ്മുടെ ആൻസർ. 128 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. എ ഓപ്ഷൻ ആയിരിക്കും. 128 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ നോക്കിയേ, ഒരു ചെറിയ സംഖ്യ മറ്റൊരു വലിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ഓക്കെ, ചെറിയ സംഖ്യ എത്ര? അപ്പൊ നമുക്ക് ചെറിയ സംഖ്യ കാര്യമൊന്നുമില്ല. ചെറിയ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ചെറിയ സംഖ്യ എക്സ്. ചെറിയ സംഖ്യ എക്സ്. അപ്പൊ വലിയ സംഖ്യ എത്ര ആയിരിക്കും? വലിയ സംഖ്യ എന്ന് വെച്ചാൽ അതിന്റെ 4 മടങ്ങാണ്. 4 മടങ്ങ് എന്ന് വെച്ചാൽ 4x ആണ്. ഓക്കെ, 4x. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയുടെ. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. ഓക്കെ ആണല്ലോ. വലിയ സംഖ്യ 4x കിട്ടി. ഇനി എന്താണ് പറയുന്നത്? ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് വലിയ സംഖ്യ. മനസ്സിലല്ലോ? ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതൽ. വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചെറിയ സംഖ്യ എക്സ് അല്ലയോടോ? എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ 3 മടങ്ങ് ഉണ്ട്. ചെറിയ സംഖ്യ സംഖ്യയുടെ അങ്ങനെ മറ്റൊരു വലിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ഓക്കെ, അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് വലിയ സംഖ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചെറിയ സംഖ്യ നമുക്ക് എക്സ് എടുത്തു. ചെറിയ സംഖ്യ എക്സ്, അതിന്റെ 3 മടങ്ങെന്ന് വെച്ചാൽ എത്ര? 3x. 3 മടങ്ങ് വെച്ചാൽ 3x. 3xനേക്കാൾ എത്ര കൂടുതലാ? 3xനേക്കാൾ 4 കൂടുതലാണ് എന്തെന്ന് പറയുന്നത്. സോറി, 4 അല്ല, 2 കൂടുതലാണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അതിന്റെ 3 മടങ്ങ് എന്ന് വെച്ചാൽ 3x. അതിനെക്കാട്ടിൽ 2 കൂടുതലാണ് എന്തെന്ന് പറയുന്നത് വലിയ സംഖ്യ. വലിയ സംഖ്യ നമുക്കറിയാം 4x ആണെന്ന് അറിയാം. അപ്പൊ ചെറിയ സംഖ്യ എക്സ് ആണ്, അതിന്റെ 3 മടങ്ങ് വെച്ചാൽ 3x. അതിനെക്കാട്ടി 2 കൂടുതലാണ് വലിയ സംഖ്യ 4x. ഇനി എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത ഒരു സൈഡിലാക്കാം. 2 = ഈ 4x ഈ പ്ലസ് 3x ഇപ്പുറത്താകുമ്പോൾ -3x ആവും. ഓക്കെ, എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം. എക്സിനെ എല്ലാം നമുക്ക് ഒരു സൈഡിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ എന്താ +3x സമത്തിനപ്പുറം പോകും -3x ആവും. ഈ 2 അതേപോലെ തന്നെ. അപ്പൊ 2 = 4x-ന്ന് 3x കുറച്ചാൽ എക്സ് കിട്ടും. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2. എക്സ് നമ്മൾ ചെറിയ സംഖ്യ ആയിട്ട് എടുത്തേക്കുന്നത്. ചെറിയ സംഖ്യ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചെറിയ സംഖ്യ എത്ര എന്ന് വെച്ചാൽ ആൻസർ 2 ആണ്. ഡി ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ സംഖ്യ എക്സ് അല്ലേ? ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. ചെറിയ സംഖ്യ എക്സ്. എക്സിന്റെ വാല്യൂ കിട്ടി 2. എക്സിന്റെ വാല്യൂ 2 കിട്ടി. വലിയ സംഖ്യ എത്ര? 4 മടങ്ങാണ്. വലിയ സംഖ്യ 4 മടങ്ങ് എന്ന് വെച്ചാൽ 4x. 4x എന്ന് വെച്ചാൽ 4 × 2 = 8. അപ്പൊ ചെറിയ സംഖ്യ 2, വലിയ സംഖ്യ 8 ആണ്. ശരിയാന്ന് നോക്കാം. ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് വലിയ സംഖ്യ എന്നല്ലേ പറയുന്നത്. ചെറിയ സംഖ്യ എത്ര? 2 ആണ്. അതിന്റെ 3 മടങ്ങ് എന്ന് വെച്ചാൽ × 3. അതിനെക്കാട്ടിൽ എത്രയോടെ കൂടുതൽ? 2 കൂടെ കൂടുതലാകുമ്പോഴാണ് വലിയ സംഖ്യ. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 8 കിട്ടുന്നു. ഓക്കെ, 2 × 3 എത്ര? 6. 6 + 2 എത്ര? സോറി, 2 × 3 6. 6 + 2 എന്ന് പറയുന്നതാണ് 8. 8 + 8 അപ്പുറം ഇപ്പുറം ഈക്വലായില്ലയോ? ചെറിയ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ 2, വലിയ സംഖ്യ 8. സെറ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ അവർ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 3/3 എത്ര മടങ്ങാണ് 3/5? ഓക്കെ, 3/3 എക്സ് മടങ്ങാണ് 3/5. നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് മറ്റേ പല രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ. 3/3 എത്രയോ മടങ്ങാണ് 3/5. ഇത് എത്ര നമുക്കറിയത്തില്ല. ഓക്കെ, നമുക്കിപ്പം 2ന്റെ 3 മടങ്ങല്ലേ 6. 2ന്റെ 3 മടങ്ങാണ് 6. 2ന്റെ 3 1 മടങ്ങ് 2, 2 മടങ്ങ് 4, 3 മടങ്ങ് 6. 2ന്റെ 3 മടങ്ങാണ് 6. അപ്പൊ 3 മടങ്ങ് എങ്ങനെ കിട്ടും? അപ്പൊ നമുക്ക് 2ന്റെ എത്ര എക്സ് മടങ്ങാണ് 6 എന്ന് ഞാൻ കൊടുത്തു. 2ന്റെ എക്സ് മടങ്ങാണ് 6. നമുക്കറിയാം 2ന്റെ എത്ര മടങ്ങാണ് 6 എന്ന് നമുക്ക് അറിയാം. 3 മടങ്ങാന്ന് അറിയാം. അതെങ്ങനെ കിട്ടുന്നത്? നമുക്ക് എക്സ് മടങ്ങ് ഞാൻ കൊടുത്തു. അപ്പൊ എക്സ് എത്ര മടങ്ങാന്നറിയാം? ഈ 2 ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിച്ചാൽ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 6/2 സമയത്ത് കിട്ടിയിടോ 3 മടങ്ങ് കിട്ടി. ഓക്കെ, എക്സിന്റെ 3 മടങ്ങാണ് 6. ഇതാണ് എന്റെ ലോജിക്ക്. ഓക്കെ ആണല്ലോ. ഓക്കെ, 2ന്റെ 3 മടങ്ങാണ് 6. അപ്പൊ എങ്ങനെ 2ന്റെ എക്സ് മടങ്ങാണ് 6 എന്ന് എഴുതിയിട്ട് എക്സ് കണ്ടുപിടിക്കുക. 2 ഗുണിച്ചേക്ക് ഇപ്പുറത്തോണ്ട് ഹരിച്ചു. അപ്പൊ 3 കിട്ടി. അതേ ലോജിക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? 2/3 എത്ര മടങ്ങാണ് 2/5 എന്ന് ചോദിച്ചു. 2/3 എത്ര മടങ്ങാണ് 2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/3 എക്സ് മടങ്ങാണ് 2/5. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 2/5 3/5 3/5
3/5 ഡിവൈഡഡ് ബൈ ഗുണിച്ചേക്കല് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം 3/3 എഴുതാം 3/3. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ a/mന്റെ a/n സമയം a/m+n എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി ചെയ്യാം. ഇവിടെ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. അപ്പോൾ യഥാർത്ഥം ഞാൻ 3 പ്രാവശ്യം 3 × 3 അതല്ലേ 3/5 5 പ്രാവശ്യം എഴുതാം. 3/3 വെച്ചാൽ എത്ര? 3നെ 3 പ്രാവശ്യം എഴുതാം. 3 × 3 3നെ 3 പ്രാവശ്യം എഴുതിക്കതല്ലയോ 3/3. അതാണ് ഈ 3 ക്യാൻസൽ, ഈ 3 ക്യാൻസൽ, ഈ 3 ക്യാൻസൽ. ബാക്കി എത്ര ഉണ്ട്? 3 9 കിട്ടുന്നത്. ആൻസർ 9 മടങ്ങാണ്. എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 3 പ്രാവശ്യം ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം പോയാൽ ബാക്കി എത്ര ഉണ്ട്? 2 എണ്ണം. ഓക്കെ ആണല്ലോ. ഇവിടെ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. ഇവിടെ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. ഈ 3 എണ്ണം വെട്ടിക്കളഞ്ഞ 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2 എണ്ണം. 3/2 3/2 വെച്ചാൽ 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്ര? 9 മടങ്ങെന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് കൂടാതെ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a/m/a/n സമം a/m-n. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് അവയുടെ പവറുകൾ തമ്മിൽ കുറയ്ക്കണം. ഇവിടുത്തെ ബേസ് എത്ര? ഇവിടുത്തെ ഇങ്ങനെ പറയുന്നത് 3/5 ഡിവൈഡഡ് ബൈ 3/2 3/3. ഇവിടുത്തെ ബേസ് 3, ഇവിടുത്തെ ബേസ് 3. രണ്ടിടത്തും പൊതുവായിട്ട് ബേസായ 3 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവറായ 5ൽ നിന്ന് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കണം. ഓക്കെ ആണ്. അല്ലാണ്ട് a/m/a/n a/m- എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 3 കുറച്ചു. അപ്പോൾ അത് എഴുതി 3/2 എന്നിട്ട് 3/2 വെച്ചാൽ 3ന്റെ സ്ക്വയർ എത്ര? 9. 3ന്റെ സ്ക്വയർ 9 മടങ്ങ് കിട്ടും. ഇങ്ങനെ പല രീതിയിലെ ആൻസർ ചെയ്യാൻ പറ്റും. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ് ടാങ്ക് നിറയുക? ഓക്കെ, കാര്യമൊന്നുമില്ല. ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, പാഠപുസ്തകം. നമ്മൾ നേരത്തെ ചെയ്തതും പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതെല്ലാം ഓരോ പുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തായിട്ടാണ് അവർ LP/UPയുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ പുസ്തകമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 3/5 ഭാഗം നിറഞ്ഞു. അപ്പൊ ടാങ്കിന് മൊത്തത്തിൽ 5 ഭാഗം ഉണ്ടെന്ന് വിചാരിച്ചു. ടാങ്ക് മൊത്തം 5 ഭാഗം. ഓക്കെ, 1 2 3 4 5 ഭാഗം ഉണ്ടേ. 1 2 3 4 5 ഭാഗം. ഇതാണ് 5-1 ഭാഗം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യുന്നുള്ളൂ. 5-1 ഭാഗം. ഓക്കെ, 5-1 ഭാഗം. അതിൽ 750 ലിറ്റർ ഒഴിച്ചപ്പോൾ 5-1 5-2 5-3. അപ്പൊ ഇവിടെ വെക്കുമ്പോൾ 5-3 ഭാഗം. ഇത്രയും ഭാഗം നിറഞ്ഞു. 5-3 ഭാഗം അങ്ങ് നിറഞ്ഞു. 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 5-3 ഭാഗം നിറഞ്ഞു. ഇനി എത്ര ഭാഗം കൂടെ നിറയാനുണ്ട്? 5-2 ഭാഗം കൂടെ ഇനി നിറയാനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഭാഗം നിറഞ്ഞു. മൊത്തം 5 ഭാഗം ഉള്ളത്. അതിൽ 3 ഭാഗം നിറഞ്ഞു. ഇനി 2 ഭാഗം നിറയാനുണ്ട്. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്. മനസ്സിലായല്ലോ. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ 5-3 ഭാഗം നിറഞ്ഞു എങ്കിൽ ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ് ടാങ്ക് നിറയുക? മൊത്തത്തിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ എത്ര ഭാഗം നിറഞ്ഞു? 3 ഭാഗം നിറഞ്ഞു. അപ്പോൾ 3 ഭാഗം എന്ന് പറയുന്നത് 3 പാർട്ട് 3 പാർട്ട് 3 പാർട്ട് എന്ന് പറയുന്നതാണ് 750. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പാർട്ട് എത്ര വരും? ഒരു പാർട്ട് എത്ര വെച്ചാൽ 750നെ 3 വെച്ച് ഹരിച്ചാൽ മതി. ഒരു പാർട്ട് എന്ന് പറയുന്നത് 3 പാർട്ടിന്റെ വിലയാണ് 750. 3 ഭാഗം നിറഞ്ഞു. ഈ 3 ഭാഗം എന്ന് പറയുന്നതാണ് 750. അപ്പോൾ ഒരു ഭാഗം എത്ര? 750/3. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഭാഗം 250. ഒരു ഭാഗം 250, 2 ഭാഗം 500, 3 ഭാഗം 750. മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി എത്ര ഭാഗമോടെ നിറയാനുണ്ട്? മൊത്തം 5 ഭാഗം ഉള്ളത്. അതിൽ 3 ഭാഗം നിറഞ്ഞു. ഇനി 2 ഭാഗം നിറയണം. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ് ടാങ്ക് നിറയുക? അപ്പൊ ഇനി ഒരു 2 ഭാഗം കൂടെ മതി. അപ്പൊ 3 ഭാഗത്തിന്റെ വാല്യൂ ആണ് 700. അപ്പൊ ഒരു ഭാഗം അതിന് 3 വെച്ചിരിക്കുന്നത്. അപ്പൊ × 2 നമുക്ക് 2 ഭാഗം കൂടെ വേണം. 2 ഭാഗം വേണം. ഇവിടെ കിട്ടുമ്പോൾ 1 3 3 15 3 75 15 ഗുണം 25 ഗുണം 3 25 ഗുണം 3 ആണ് 75. 25 ഗുണം 3 ആണ് 75. 25 ഗുണം 2 50 0. ഇനി 500 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചാൽ ആ ടാങ്ക് നിറയും. 500 ലിറ്റർ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ 5 ഭാഗം ഉള്ളത്. അതിൽ 3 ഭാഗം വെള്ളം ഒഴിച്ചു. ഓക്കെ, അപ്പൊ 750 ആയി. ഇനി 2 ഭാഗം കൂടെ ഒഴിച്ചാൽ ടാങ്ക് നിറയും. അപ്പോൾ 3 ഭാഗം 750 ആണെങ്കിൽ ഒരു ഭാഗം 250. ഇനി 2 ഭാഗം കൂടെ മതി. അപ്പൊ ഇനി 500 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചാൽ അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി 1250 ലിറ്റർ ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി. മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ ഇനി 500 ലിറ്റർ വെള്ളം.
ടാങ്ക് നിറയണമെങ്കിൽ മൊത്തത്തിൽ ആ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് വെച്ചാൽ 1250 ലിറ്റർ ആണ് ടാങ്ക് നിറയാൻ വേണ്ടത് മൊത്തത്തിൽ. മനസ്സിലായല്ലോ. ഇപ്പൊ അതിനകത്തുള്ളതിന്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 750 ലിറ്റർ. ഇനി ഒഴിക്കേണ്ടത് ഒരു 500 ലിറ്ററും കൂടെ. സെറ്റ് ആണല്ലോ. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 19ഉം 10ാം പദം 39ഉം ആയാൽ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏതാണ്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം എന്ന് പറയുന്നത് 19. 5ാം പദം എന്ന് പറയുന്നത് 19 ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ പറഞ്ഞ 10ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 39 ഓക്കെ ആയാൽ ശ്രേണിയിലെ ആദ്യ പദം എത്ര? 1ാം പദം എത്ര എന്നാണ് ചോദിച്ചത്. നമുക്ക് എത്ര അറിയാം? 5ാം പദം അറിയാം, 10ാം പദം അറിയാം. 5ാമത്തെ പദവും 10ാമത്തെ പദം അറിയാം എങ്കിൽ ശ്രേണിയിലെ 1ാമത്തെ പദം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പദങ്ങളിൽ വലുത് എത്ര നോക്കണം. ഇവിടുത്തെ അല്ല, പദങ്ങൾ 5 വലുത് 10 വലുതാണ്. 10 വലുതാണ് നോക്കണം, അല്ല ഇവിടുത്തെ പദം നോക്കരുത്. ഇവിടെ വലുതും ചെറുതും നോക്കരുത്. കാര്യം മൈനസിൽ പോകുമ്പോൾ ചിലപ്പോൾ വലിയ പദം ഇവിടെ ചെറുതായിട്ടും ചെറിയ പദം വലുതായിട്ടും ഒക്കെ പോകും. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും ഇവിടെ അല്ല നോക്കേണ്ടത്, സ്ഥാനം. ഇവിടെ 5ാമത്തെ സ്ഥാനം, ഇത് 10ാമത്തെ സ്ഥാനമാണ്. അതിൽ വലുത് എത്ര? 10ാം സ്ഥാനങ്ങളിൽ ഏറ്റവും വലുത്. അതിന്റെ പദം എത്ര നോക്കണം. 10ന്റെ പദം എത്ര? 39 മേളിൽ എഴുതണം. അതെഴുതണം ആദ്യം. മനസ്സിലായല്ലോ? വലുതിന്. പിന്നെ ചെറുതിന്റെ പദം, ചെറുതാക്കി എത്ര? 5. അതിന്റെ പദം എത്ര? 19. അത് തമ്മിൽ കുറയ്ക്കണം. ബൈ ഇവിടെ വലിയ പദം എത്ര? 10 അല്ലയോ? അത് എഴുതണം ആദ്യം. ചെറിയ പദം എത്ര? 5. കുറയ്ക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ വലിയ സ്ഥാനത്തിന്റെ പദവും ചെറിയ സ്ഥാനത്തിന്റെ പദവും തമ്മിൽ കുറയ്ക്കണം. വലിയ സ്ഥാനവും ചെറിയ സ്ഥാനവും തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ 10 വലിയ സ്ഥാനം, അതിന്റെ പദം 39. 5 ചെറിയ സ്ഥാനം, അതിന്റെ പദം 19. വലിയ പദം 39, വലിയ സ്ഥാനം 10, ചെറിയ സ്ഥാനം 5 തമ്മിൽ കുറയ്ക്കുന്നതായിരിക്കും കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എന്ന് കിട്ടുന്നത്, പൊതു വ്യത്യാസം. ഓക്കെ ആണല്ലോ. ഇവിടെ കുറയ്ക്കാം. 39 19 കുറയ്ക്കുമ്പോൾ 20 കിട്ടി. 10 5 കുറയ്ക്കുമ്പോൾ 5 കിട്ടി. 20 5 വെച്ചിരിക്കുക. 20 5 വെച്ചിരിക്കുമ്പോൾ 4. ഓക്കെ ആണല്ലോ. 4 കിട്ടി. ഇവിടെ 4 എന്താന്ന് പറഞ്ഞ് പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5ാമത്തെ പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 4 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 5ാം പദം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. 1ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 4 പ്രാവശ്യം കൂട്ടണം, അപ്പോഴാണ് 5ാം പദം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് 5ാം പദം എന്ന് പറയുന്നത് ഇങ്ങോട്ട് എഴുതാം. 5ാം പദം എന്ന് പറയുന്നത് 1ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 4 വട്ടം കൂട്ടണം. A+4D ആണ് 5ാം പദം. A+4D ആണ് 5ാം പദം. ഓക്കെ ആണല്ലോ. ഓക്കെ, എ നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. +4 × D പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഡി കണ്ടുപിടിച്ചു. ഡി എന്ന് പറയുന്നത് 4 കണ്ടുപിടിച്ചു. 4 × D എന്ന് വെച്ചാൽ 4. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5ാം പദം കിട്ടുന്നത്. അത് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 5ാം പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ക്വസ്റ്റിന് പറയുന്നുണ്ട്. 5ാം പദം 19. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം. A + 4 16 = 19 കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് 1ാം പദം കണ്ടുപിടിക്കണം. 1ാം പദം A കണ്ടുപിടിക്കണം. ഈ 16 + 16 അപ്പുറത്ത് പോകുമ്പോൾ -16. അപ്പൊ എന്താണ്? A = 19 - 16 = 3 കിട്ടും. അപ്പോൾ 1ാം പദം എന്ന് പറയുന്നത് 3. A ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ. 1ാമത്തെ പദം 3. ഓക്കെ, യെസ്. നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? ഓക്കെ, എത്രയാണ് പറയുന്നത്? 11 മണി 10 മിനിറ്റ്. 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ്. ഓക്കെ, 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് 30H - 11/2 M ആണ്. ഓക്കെ ആണ്. 30H - 11/2 M. അപ്പോൾ എന്താണ്? 30 × H അവർ പറയുന്നുണ്ട് 11 മണി. 11 - 11/2 × M മിനിറ്റ് പറയുന്നുണ്ട് എത്ര? 10 മിനിറ്റ്. 10 മിനിറ്റ്. ഓക്കെ ആണല്ലോ. 11 × 3 33 330 മൈനസ് ഇവിടെ കിട്ടുമ്പോൾ 5 15 55 എന്ന് കിട്ടും. ഓക്കെ, 55. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടേ 330 നിന്ന് 55 കുറയ്ക്കുക. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അത് കിട്ടും 275 കിട്ടി. 275. ഓക്കെ ആണല്ലോ. 270.
ഓക്കെ 275 ഓക്കെ ആണല്ലോ 275 275 5 കൂടെ 280 280 50 330 കിട്ടി ഓക്കെ ആണല്ലോ 330 കിട്ടി ഓക്കെ യെസ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി 330 ആണല്ലോ കിട്ടുന്നത്. എത്ര 275 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രി ആണെങ്കിൽ 180 ഡിഗ്രി വരെയാണെങ്കിൽ അതായിരിക്കും ആൻസർ. നമുക്ക് ഒരു കോണളവ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രി വരെയാണെങ്കിൽ അതായിരിക്കും ആൻസർ. 180 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതൽ കിട്ടിയാൽ 180 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എത്ര 360 നിന്ന് കുറയ്ക്കണം. 360 നിന്ന് കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? 180 വരെയാണെങ്കിൽ അതായിരിക്കും ആൻസർ. 180 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം 360 നിന്ന് കുറയ്ക്കണം. നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം 275 ഡിഗ്രിയാണ്. ഓപ്ഷന് പോലും ഇല്ല. മനസ്സിലായല്ലോ? എപ്പോഴും ചെറിയ കോണേ നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ 180 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ് 360 നിന്ന് എത്ര കുറയ്ക്കണം 275 കുറയ്ക്കണം. 275 കുറയ്ക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ എത്രയിട്ട് ഇത് കുറയ്ക്കുമ്പോൾ 225 25 കൂടുമ്പോൾ 275 കൂടുമ്പോൾ 300 പിന്നെ 60. അപ്പോൾ 25 60 കൂടുമ്പോൾ 85. ആൻസർ 85 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 85 ഡിഗ്രിയാണ്. സി ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്ന ഉത്തരം 180 വരെ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 180 താഴെയായിരുന്നു ആൻസർ കിട്ടിയത്. അതുകൊണ്ട് അത് തന്നെ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ എടുത്തു. പക്ഷേ ഇവിടെ കിട്ടുന്ന ഉത്തരം 180-നെക്കാട്ടിൽ കൂടുതലാണ് വന്നേക്കുന്നത്. 180 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതൽ വന്നാൽ നമ്മൾ 360 നിന്ന് കുറച്ചിരിക്കണം. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 66 2/3% തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഓക്കെ ആണല്ലോ? 66 2/3% തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏത്? ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇത് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ശതമാനത്തെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ ഇപ്പം 5% ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ 5/100 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി 30% ഇതിനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ 30/100 ആണ്. അപ്പൊ ശതമാനത്തെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇത് ഗുണിച്ചിട്ട് ഇത് കൂട്ടാം. ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. ഓക്കെ, 66 × 3 + 2. ഇത് മിക്സഡ് ഫ്രാക്ഷന് കിടക്കുക. ഇംപ്രോപ്പറിലേക്ക് മാറ്റാൻ 66 × 2 എത്ര കിട്ടും? 3 18 അല്ല 180 18 198. ഓക്കെ, 198 + 2 200. 200/3 കിട്ടും. 200/3. ഓക്കെ ആണല്ലോ? 200/3. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയും ശതമാനമാണ്. ഓക്കെ, ഇത് മിക്സഡ് ഫ്രാക്ഷന് കിടക്കുന്നതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റാം. ഇത് ഗുണിച്ചത് കൂട്ടുക. മനസ്സിലായല്ലോ? 60 × 3 വെച്ചാൽ 180. 3 18. മനസ്സിലായല്ലോ? 198 + 2 200. 200/3. ഇതിനെ ശതമാനത്തിലേക്ക് നമുക്ക് മാറ്റണം. ശതമാനത്തിലേക്ക് മാറ്റാൻ /100. അപ്പൊ നമുക്ക് എഴുതാം 200/3/100. ശതമാനത്തിലേക്ക് മാറ്റാൻ /100. ഓക്കെ ആണല്ലോ? /100. ഓക്കെ, അപ്പൊ ഹരിക്കാനുള്ള വരയുടെ താഴെ ഒരു നമ്പർ വന്നേക്കോ. അപ്പൊ ഏത് നമ്പർ എഴുതിയാലും എൻ്റെ താഴെ ഒരു 1 ഉണ്ട്. ഇപ്പൊ 5 എന്ന് എഴുതിയ 5/1 എന്നാ. 5 എന്ന് എഴുതിയ 5/1 എന്നാ. എ എന്ന് എഴുതിയ A/1 എന്ന്. അപ്പൊ സൈൻ എന്നൊക്കെ എഴുതിയ sin/1 എന്ന്. എൻ്റെ താഴെ ഒന്നും ഇല്ലെങ്കിൽ ഒരു 1 ഉണ്ട്. അത് നമ്മൾ എഴുതത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഈ 100 എഴുതിയാൽ 100ന്റെ താഴെ ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ വേണ്ടേ ഇത് ഹരിക്കാനുള്ള 2 വരയുടെ താഴെ വേറെ ഭിന്നസംഖ്യ വരും. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ അത് തിരിച്ചിട്ട് ഗുണിക്കുക. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? അത് തിരിച്ചിട്ട് ഗുണിക്കണം. അതാണ് എൻ്റെ റൂള്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 200/3. ഇത് ഹരിക്കാനുള്ള വരയുടെ താഴെ ഭിന്നസംഖ്യ ഒന്നുകൊണ്ട് തിരിച്ചിട്ട് ഗുണിച്ചു. തിരിച്ചിടുമ്പോൾ കിട്ടി 1 അങ്ങ് മേളിലും പോയി 100 താഴെയും വന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. ഇതാണ്ടേ ഈ 2 0 ഈ 2 0 വെട്ടിക്കള. 2 0 വെട്ടിക്കള. വെട്ടിയല്ലോ? ഒരു 3 1 2 2 2/3 ആയിരിക്കും. എത്ര ഇട്ടോ? 2/3 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, 2/3 എന്ന് പറയുന്നതാണ് എത്ര എന്ന് പറഞ്ഞാൽ 66 2/3%. 66 2/3%. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2/3 ആണ്. എ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് 2/3. സെറ്റ് ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ബി ഒരു ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ആണല്ലോ? എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി ഒരു ജോലി 30 ദിവസം കൊണ്ടും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇക്വേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം.
ഇനി ഇക്വേഷനും ഞാൻ നേരത്തെ പറഞ്ഞാൽ എഫിഷ്യൻസിക്കകത്ത് ചെയ്യുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷനകത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എഫിഷ്യൻസി ആയിരിക്കും ഇച്ചിരി ബെറ്റർ. ഇപ്പോഴല്ല ഇങ്ങനെയല്ല, കുറേ ഇച്ചിരി ടൈറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഫിഷ്യൻസി ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്, എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ബി അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ബി ആ ജോലി വൈ ദിവസം കൊണ്ട് ചെയ്താൽ എയും ബിയും ചേർന്ന ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട്. എന്താണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ബി ആ ജോലി വൈ ദിവസം കൊണ്ട് ചെയ്താൽ എയും ബിയും ചേർന്ന ആ ജോലി എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കൊടുക്കാം, എക്സിന്റെ വാല്യൂ 20ഉം വൈയുടെ വാല്യൂ നമുക്ക് എത്ര കൊടുക്കാം, 30ഉം കൊടുക്കാം. എക്സിന്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 30. ഓക്കെ, ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതുക. എ ഒരു ജോലി എത്ര ദിവസം കൊണ്ടാ, 20 ദിവസം കൊണ്ട് ബി ആ ജോലി 30 ദിവസം കൊണ്ട്. അപ്പോൾ എയും ബിയും ചേർന്ന ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. എ ഒരു ജോലി 20 ദിവസം, ഓക്കെ, ബി 30. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ പറയാൻ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുക. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. എക്സിന്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30. 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, യെസ്, ഇവിടെ വെട്ടാം. ഈ 0 ഈ 0 വെട്ടാം. 1 5 5 4 5 20 4 3 12. ആൻസർ 12 ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്, 12 ദിവസം കൊണ്ട്. ബി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30. ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കൂട്ടുമ്പോൾ ഇത് കയറി 20 20 30 30 വെട്ടിയേക്കരുത്. കാര്യം ഇവിടെ പ്ലസ് ആണ്, ഇവിടെ ഇൻറ്റു ആണ്. പ്ലസ് ആണെങ്കിൽ അത് കൂട്ടിയതിനു ശേഷം മാത്രമേ വെട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 20ഉം 10 കൂടും, 20ഉം 30 കൂടുമ്പോൾ 50 കിട്ടും, ഇനിയേ വെട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇത് എൽസിഎം മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാ, എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി ആ ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അവിടുത്തെ ടോട്ടൽ വർക്ക് എത്ര കണ്ടുപിടിക്കണം. അവർ എ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് 20 ദിവസം, ബി ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസമാണ് 30 ദിവസം. അവിടുത്തെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ 20ന്റെയും 30ന്റെയും എൽസിഎം നമ്മളെ കണ്ടുവച്ചത്. അപ്പോൾ 20ന്റെയും 30ന്റെയും എൽസിഎം എന്ന് പറഞ്ഞാൽ 20ന്റെയും 30ന്റെയും എൽസിഎം എന്ന് പറയുന്നത് 60 കിട്ടും. എൽസിഎം 60. ഇതാണ് ടോട്ടൽ വർക്ക്. മനസ്സിലായല്ലോ, ടോട്ടൽ വർക്ക് കിട്ടി. ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 60 കിട്ടി. ഇനി എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60നെ ടോട്ടൽ വർക്ക് എത്ര 60 അല്ലയോ, 60നെ 7 എടുക്കുന്ന ടൈം കൊണ്ട് 60ന് 20 വെച്ചിരിക്കുമ്പോൾ 60ന് 20 വെച്ചിരിക്കുമ്പോൾ 3. ഇനി ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ബിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് എത്ര 60 ഇല്ലേ, 60ന് 30 വെച്ചിരിക്കും. അപ്പോൾ 2. എക്ക് ഒരു ദിവസം 3 ജോലിയുള്ള കഴിവുണ്ട്, ബിക്ക് ഒരു ദിവസം 2 ജോലിയുള്ള കഴിവുണ്ട്. എ ഒരു ദിവസം 3 ജോലിയും ബി ഒരു ദിവസം 2 ജോലിയും ചെയ്യും. ഓക്കെ, എയും ബിയും കൂടെ ചേർന്ന ഒരു ദിവസം എത്ര ജോലി, എയുടെയും ബിയുടെ എഫിഷ്യൻസി എത്ര, എയുടെ ബിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ 3 + 2 സമയം എത്രയാണ് 5. എക്ക് ഒരു ദിവസം 3 ജോലി, ബിക്ക് ഒരു ദിവസം 2 ജോലിയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും. മൊത്തത്തിൽ എത്ര ജോലിയുണ്ട്, 60 ജോലിയാണുള്ളത്. എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോവാ. മൊത്തത്തിൽ 60 ജോലിയാണ്. ഒരു ദിവസം 5 ജോലി, 2 ദിവസം കൊണ്ട് 10 ജോലി, 3 ദിവസം കൊണ്ട് 15, 4 ദിവസം കൊണ്ട് 20, 5 ദിവസം കൊണ്ട് 25, 6 ദിവസം കൊണ്ട് 30. 6 ദിവസം കൊണ്ട് 30 ആണെങ്കിൽ 12 ദിവസം കൊണ്ടല്ലേ 60 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യാൻ എന്ത് ചെയ്യണം, ടോട്ടൽ വർക്ക് 60 ആണ്. ഓക്കെ, അവരുടെ ടോട്ടൽ എഫിഷ്യൻസി രണ്ടുപേരുടെ എഫിഷ്യൻസി 5 ആണ്. 60ന് 5 വെച്ചിരിക്കും നമുക്ക് കിട്ടും 12 കിട്ടും. ആൻസർ 12 ദിവസം കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇങ്ങനെ വേണേലും നമുക്കിന്റെ ആൻസർ ചെയ്യാം. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 20 സംഖ്യയുടെ ശരാശരി 25 ആണ്. 22, 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 20 സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 20 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ ആണല്ലോ. 20 സംഖ്യയുടെ ശരാശരി. അപ്പൊ 20 സംഖ്യയുടെ തുക കണ്ടുപിടിക്കാം. 20 സംഖ്യയുടെ ശരാശരിയാണ് 25. അപ്പൊ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ആവറേജ് ഇൻറ്റു നമ്പർ, ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എണ്ണം 20 സംഖ്യകളാണ്, ശരാശരി എന്ന് വെച്ചാൽ 25. അപ്പൊ 25നെ 20 കൊണ്ട് ഗുണിക്കുക. 25 ഗുണം 2 എന്ന് വെച്ചാൽ 50, 0, 500 ആണ്. ഓക്കെ ആണല്ലോ. 25 ഗുണം 2 50, 500 ആണ്. അപ്പൊ തുക എന്ന് പറഞ്ഞാൽ 500 ആണ്. ഇതിൽ നിന്ന് ആര് പോയി, 22ഉം 28ഉം 2 സംഖ്യകൾ പോയി. അപ്പൊ എത്രയൊക്കെ കുറഞ്ഞ്, 22ഉം 28ഉം ഇതിനകത്ത് പോയി. ഓക്കെ ആണല്ലോ. അത്ര 50 കുറഞ്ഞു. 50 ഇതിനകത്തുനിന്ന് കുറഞ്ഞു. 22 28 കൂടുമ്പോൾ 50 കിട്ടും. ഓക്കെ ആണല്ലോ. ഈ 50 ഇതിനകത്തുനിന്ന് കുറച്ചു, 50 കുറഞ്ഞു. അപ്പൊ മൊത്തം എത്ര 500 അല്ലേ ഉള്ളത്. ഈ 500ൽ നിന്ന് 50 കുറഞ്ഞു. എത്ര കിട്ടി, 450 ഉള്ളു. ഇപ്പൊ സം എന്ന് പറയുന്നത്, പുതിയ സം എന്ന് പറയുന്നത് എത്രയാണ്, പുതിയ സം എന്ന് വെച്ചാൽ 450 ഉള്ളു. കാര്യം എന്താ, ഈ 25ഉം 22ഉം 28ഉം ഇതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണ്ടേ, പുതിയ ശരാശരി. ആവറേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, സം ബൈ നമ്പറാ. സം ബൈ നമ്പർ. സമ്മിനെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. തുക എന്ന് പറയുന്നത് എത്ര, 450 ബൈ എണ്ണം എത്ര എന്ന് വെച്ചാൽ 20 സംഖ്യകൾ ഉണ്ടായിരുന്നു,
20 സംഖ്യകളിൽ നിന്ന് 2 എണ്ണം പോയാൽ ബാക്കി 18 ഉള്ളൂ. ഇതാണ് നമ്പർ, 18 ഉള്ളൂ. മനസ്സിലായി? മൊത്തം 20 സംഖ്യ ഉണ്ടായിരുന്നു, അതിൽ എത്ര എണ്ണം പോയി? 2 എണ്ണം പോയി, 18 ഉള്ളൂ. അപ്പോൾ 18 വെച്ച് ഹരിക്കണം. ഓക്കെയാണ്. അപ്പോൾ 45 450 ഡിവൈഡഡ് ബൈ 18. നമുക്ക് 9 ചെന്ന് വെട്ടി ചെറുതാക്കാം. അണ്ട I9 45, ഓക്കെ, ഈ 9 18. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര കിട്ടി? 50നെ നമുക്ക് 2 വെച്ചിരിക്കുക. 50നെ 2 വെച്ചിരിക്കുമ്പോൾ 25. എന്ന് വെച്ചാൽ പുതിയ ശരാശരി എന്ന് പറയുന്നത് 25 ബി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. മനസ്സിലായോ? ഇവിടെ 9 വെച്ച് ഞാൻ അങ്ങ് വെട്ടുക. ഈ 9 18, I9 4, അപ്പോൾ 5 0 50, താഴെ 2 കിട്ടും. 50 2 വെച്ചിരിച്ചു 25. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാഗിന്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് എത്ര കിട്ടി? 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ഈ ബാഗിന്റെ ആദ്യം ഉണ്ടായിരുന്ന വില എത്ര രൂപയാണ്? ഇത് നമുക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ എന്താ, ഒരു ബാഗിന്റെ വില എന്ന് പറയുന്നത് 10% കൂട്ടിയതിന് ശേഷം 10% വില കുറച്ചു. ഓക്കെ ആണല്ലോ. 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ബാഗിന്റെ ആദ്യ വില ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരസ്യ വിലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം അതിനകത്തൊരു വില എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആദ്യം എന്ത് ചെയ്തു അവർ ചെയ്തത്? ബാഗിന് 10% വില കൂട്ടിയതിന് ശേഷം പിന്നെ 10% വില കുറയ്ക്കുക. എങ്കിൽ ആദ്യം ആ ബാഗിന് എത്ര രൂപ വില ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുക. തുടക്കത്തിന്റെ വില എത്ര ആയിരുന്നു? 10% കൂട്ടി. പരസ്യവിലല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു 10% വില കൂട്ടി, മേടിച്ചുകൊണ്ട് വന്ന വിലയെക്കാട്ടിൽ ഒരു 10% വില കൂട്ടി. പരസ്യവിലല്ല കേട്ടോ, വില കൂട്ടി തരും കിട്ടും. എന്നിട്ട് നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ എത്ര തരും? ആ വിലയിൽ നിന്ന് ഒരു 10% വില കുറച്ച് തരും. ഓക്കെ ആണെങ്കിൽ എന്തായിരുന്നു ആദ്യത്തെ എൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം 2 രീതി ചെയ്യാം. 2 രീതി. ആദ്യ വില നമുക്ക് എക്സ് എന്ന് എടുക്കാം. ആദ്യത്തെ വില എന്തെടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഈ എക്സിന് നമ്മൾ ആദ്യമുള്ള വില എക്സ് ആയിരുന്നു. എന്ന ശേഷം എന്താ, ഇതിന് ആദ്യം 10% വില കൂട്ടിയ ശേഷം 10% വില കൂട്ടുമ്പോൾ എത്ര കിട്ടി? 110% എഴുതും. എഴുതിയതിനു ശേഷം എന്ത് എഴുതും? പിന്നീട് അതിനെന്ത് ചെയ്യും? 10% വില കുറയ്ക്കും. 10% വില കുറയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? 90% വിൽക്കും. അത് മനസ്സിലായല്ലോ. ആദ്യമുള്ള വില എക്സ് ആയിരുന്നു, ആദ്യം ഒരു 10% വില കൂട്ടിയിട്ടു, പിന്നീട് അത് 10% വില കുറച്ചു. അങ്ങനെ കുറച്ചപ്പോൾ അവർ കൊടുത്ത വില എന്ന് പറയുന്നതാണ് 693 രൂപ. 693 രൂപ. എങ്കിൽ നമുക്ക് ഈ എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം വെട്ടാൻ പറ്റുന്നതൊക്കെ അങ്ങ് വെട്ടാം. ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം. ഓക്കെ ആണല്ലോ. യെസ്. ഇനി എന്ത് ചെയ്യാം? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് മാത്രം അവിടെ നിലനിർത്താം. ബാക്കിയുള്ളതിനെ അങ്ങ് സമത്തിനപ്പുറത്തോട്ട് കൊണ്ടുപോകാം. എങ്ങനെ കൊണ്ടുപോകും? സമത്തിന് ഇപ്പുറത്തൊരു സംഖ്യ ഗുണിച്ചേക്കുവാണെങ്കിൽ സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിക്കണം. ഹരിച്ചേക്കൊന്ന് ഗുണിക്കണം, കൂട്ടിയേക്കുവാണെങ്കിൽ കുറയ്ക്കണം, കുറച്ചേക്കൊന്ന് കൂട്ടണം. പ്ലസ് മൈനസ് ആക്കണം, മൈനസ് പ്ലസ് ആക്കണം. സമത്തിനിപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തി സമത്തിനപ്പുറം പോകുമ്പോൾ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എക്സ് ആയതുകൊണ്ട് എക്സിന് മാത്രം ഇവിടെ നിലനിർത്താം. ബാക്കി അങ്ങ് അപ്പുറം കൊണ്ടോ. 693 വരയുടെ താഴെയാണ് 100 കിടക്കുന്നത്. ഇത് ഹരിച്ചേക്കോ, അപ്പുറത്തുമ്പോൾ ഗുണിക്കണം. ഇൻറ്റു 100. വരയുടെ മേളിലാണ് 11 കിടക്കുന്നത്, ഗുണിച്ചേക്കോ, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഡിവൈഡഡ് ബൈ 11. 9 ഗുണിച്ചേക്കോ, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഡിവൈഡ് എന്ന് വെച്ചാൽ മേളിൽ കിടന്ന 2നെ നമ്മൾ സമത്തിനപ്പുറം പോയപ്പോൾ താഴെ വന്ന് എക്സ് ഒഴിച്ച് ബാക്കി എല്ലാം സമത്തിനപ്പുറം പോകുമ്പോൾ താഴെ വന്ന് താഴെ കിടക്കുന്ന 100 സമത്തിനപ്പുറം പോകുമ്പോൾ മേളിൽ പോയി. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് വെച്ചു കേട്ടാ? ഇതിനെ നമുക്ക് വെട്ടാൻ പറ്റുന്ന സംഖ്യ 11 വെച്ച് കേട്ടോ. ഓക്കെ, 6 11 ഉണ്ട്. ഒരു 11 11, 6 11 66, ശിഷ്ടം 3 3 11 33. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി 9 7 ആണ് 61. 9 വെച്ചിട്ട് 9 7 63. 9 7 ആണ് 63. ഓക്കെ, അപ്പൊ 7 2 0. 700 രൂപയായിരുന്നു അതിന്റെ ആദ്യത്തെ വില. എത്രയായിരുന്നു? 700 രൂപ വിലയുള്ള സാധനം എന്താണ്? ആദ്യം 10% വില കൂട്ടിയിട്ട് പിന്നെ 10% വില കുറച്ചു. എത്ര കിട്ടി? 693 രൂപയ്ക്കാണ് അത് വിറ്റേക്കുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ ആണല്ലോ. യെസ്, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബാഗിന് 10% വില കൂട്ടിയതിന് ശേഷം 10% വില കുറച്ചാൽ, എന്ന് വെച്ചാൽ 10% വില കൂട്ടിയതിനു ശേഷം 10% വില കുറച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1% നഷ്ടമായിരിക്കും. അപ്പോൾ അതിന്റെ കച്ചവടം നടത്തിക്കുക എത്ര ശതമാനത്തിനാണെന്ന് വെച്ചാൽ ഒറ്റ ട്രിക്കേ ഉള്ളൂ. 10% വില കൂട്ടി, അപ്പോൾ 110%. ഓക്കെ ആണ്. പിന്നെ 10% വില കുറച്ചു, 90% ഇൻറ്റു 100. ഓക്കെ, ഇത് എത്ര ശതമാനത്തിനാ കച്ചവടം നടന്നതെന്ന് അറിയാൻ എന്താ? 10% വില കൂട്ടി 10% വില കുറച്ചു. അപ്പോൾ 10% വിടുമ്പോൾ 110%, 10% വില കുറച്ചപ്പോൾ 90%, അവസാനം ഇൻറ്റു ഒരു 100 അങ്ങ് കൊടുക്കണം. ഓക്കെ, ഈ 100 എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ താഴെ ഒരു 100 വന്ന് നിൽക്കുക, അതിനൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഓക്കെ ആണ്. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഉത്തരം 125% എന്നാണെങ്കിൽ താഴെ എന്ത് ഇടും? 125/100 എന്നായിരിക്കും കിട്ടുന്നത്. ഈ 100നെ അങ്ങ് ഒഴിവാക്കാൻ നമ്മൾ ഇൻറ്റു ഒരു 100 കൊടുക്കാമെങ്കിൽ ഈ 100 ക്യാൻസൽ ആയിപ്പോൾ. അതിനുവേണ്ടി നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത് നോക്കാം. ഗുണിക്ക് വേണ്ടേ?
നമുക്ക് എന്ത് ചെയ്യാം, ഈ 100ഉം ഈ 100ഓടെ ക്യാൻസലായി, ഈ 0 വിട്ട്, ഈ 0 വിട്ട്, 11 99. അതിന്റെ കച്ചവടം നടന്നിരിക്കുന്നത് 99%. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ 1% നഷ്ടത്തിനാണ് അതിന്റെ കച്ചവടം നടന്നിരിക്കുന്നത്. ഓക്കെ, ഈ 99%-ത്തിനാണ് അതിന്റെ കച്ചവടം നടത്തിയിരിക്കുന്നത്. അതെന്ന് പറയുന്നതാണ് എത്ര രൂപ? അവർ വിറ്റേക്കുന്ന ഈ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 693 രൂപ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 99% എന്ന് പറയുന്നത് 693 രൂപ. എങ്കിൽ ആദ്യത്തെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. എങ്കിൽ ഈ ബാങ്കിന്റെ ആദ്യം ഉണ്ടായിരുന്ന വില എപ്പോഴും 100%. ആദ്യത്തെ വില 100%. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ എഴുതാം? ഈ 100% എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? അതെ, 693 × 100 ഡിവൈഡഡ് ബൈ താഴെ 99 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, 99 എന്ന് കിട്ടും. 99 ഗുണം 7 നോക്കിയേ, 99. 9763-ന് 3 ശിഷ്ട 6, 9763-ഉം 6ഉം 69, 693 കിട്ടത്തില്ലയോ? ഓക്കെ, ഇവിടെ വെട്ടുമ്പോൾ കിട്ടും 7 കിട്ടും. 7 ഗുണം 100 700. ഓക്കെ, 700. ഈ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടുള്ളവർ ഈ രീതി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറുതേത്? ചുവടെ കൊടുത്തിട്ട് ഏറ്റവും ചെറുതേതാണ്? ഇതിനകത്ത് ഏതാണ് ഏറ്റവും ചെറുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, 0.5 × 0.5. 0.5 × 0.5 നോക്കാം. 5 ഗുണം 5 എന്ന് വെച്ചാൽ 25. 25. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ പോയിന്റ് തന്നെ ഒരു സ്ഥാനം, ഇവിടെ സ്ഥാനം. അപ്പൊ ഉത്തരത്തെ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. 2 സ്ഥാനം മാറ്റി പോയിന്റ്. 5 ഗുണം 5 25 എഴുതി, പോയിന്റ് തന്നെ ഒരു സ്ഥാനം ഇവിടെ. അപ്പൊ മൊത്തത്തിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.25 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം. 25/100. 25/100. ഓക്കെ, ഒരു സംഖ്യയെ 10 ചെരിക്കുക, ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കണം. 100 ചെരിക്കുക, 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കണം. 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ കിട്ടി 0.25. അപ്പോൾ 100 ചെരിക്കാൻ 25 എഴുതിയിട്ട് 2 സ്ഥാനം മാറ്റി ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.25 എന്ന് കിട്ടും. ഓക്കെ, അത് 2 ഈക്വൽ ആയിട്ടുള്ള വാല്യൂസാണ്. ഇനി അടുത്ത നോക്കാം. എന്താണ്? 5/100/10/5. ഓക്കെ, 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നേക്കോ. 2 ഭിന്നസംഖ്യ ഹരിക്കാം. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5/100 × 5 ഇത് തിരിച്ചിടുക. ഇവിടെ തിരിച്ചിടുമ്പോൾ എത്ര? 5 മേളിലും പോയി 10 താഴെ വന്ന്. 5 മേളിലും പോയി 10 താഴെ വന്നു. ഓക്കെ ആണല്ലോ. 5 മേളിലും പോയി 10 താഴെ വന്നു. ഓക്കെ, 5 25. 25/1000. ഓക്കെ ആണല്ലോ. 25/1000. ഓക്കെ, ഒരു സംഖ്യയെ 10 ചരിക്കാൻ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 100 ചരിക്കാൻ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 1000 ചരിക്കാൻ 3 സ്ഥാനം ഇടത്തേക്ക്. അപ്പൊ ഇതിന്റെ 1000 ചരിക്കുമ്പോൾ 3 സ്ഥാനം നമുക്ക് ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കാം. 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടി? 25. ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ? 2 സ്ഥാനമേ ഉള്ളൂ. 3 സ്ഥാനത്തേക്ക് എൻ്റെ ഇടതുവശത്ത് ഒരു 0 കൊടുത്തു. ഇപ്പൊ 3 സ്ഥാനമായി. ഓക്കെ ആണല്ലോ. എന്നിട്ട് പോയിന്റ് കൊടുക്കാം. 0.025 എന്ന് കിട്ടും. 0.02. അപ്പൊ 0.25-നെക്കാട്ടിലും ചെറുതാണ് 0.025. ഇതിനെക്കാട്ട് കാര്യം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2-ൽ നിന്നാണ്. ഇവിടെ 0-ത്തിൽ നിന്ന് സ്റ്റാർട്ട്. അപ്പൊ ഇത് ചൂടെ ചെറുതാണ്. ഓക്കെ, ഇനി ഒരു ഓപ്ഷൻ കൂടെ കിടപ്പുണ്ടല്ലോ, അതുകൂടെ നമുക്ക് നോക്കാം. ഒരു ഓപ്ഷൻ കൂടെ കിടപ്പുണ്ട്. ഓക്കെ, 5/1000 × 5/10. ഓക്കെ, നമുക്ക് ഗുണിക്കാം. 5 25. 25/100 ഗുണം 10 എത്ര? അല്ല, 1000 ഗുണം 10 എത്ര? 10000. ഒരു സംഖ്യയെ 10 ചരിക്കാൻ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 100 വെച്ചരിക്കാൻ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 1000 വെച്ചരിക്കാൻ 3 സ്ഥാനം. 10000 വെച്ചരിക്കാൻ 4 സ്ഥാനം. ഓക്കെ ആണല്ലോ. 4 സ്ഥാനം വെച്ച് പോയിന്റ് അടിക്കുക. ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ? 2 സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇനി 4 സ്ഥാനം തയ്ക്കാൻ താഴെ 2 0 കൊടുക്കുക. അപ്പൊ എത്ര? 4 സ്ഥാനമായി. ഓക്കെ ആണല്ലോ. എന്നിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പൊ 0.0025. നോക്കിയേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, ഇവിടെ 4 സ്ഥാനമുണ്ട്. ഓക്കെ ആണല്ലോ. 4 സ്ഥാനമുണ്ട്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കാട്ടി ചെറുതാണ് ഇവിടെ 0, ഇവിടെ 0. അപ്പൊ ഇത് 2-നെക്കാട്ടിലും ചെറുത് ഇത് 2 ഇനി ഇവർ തമ്മിൽ ചെറുതാന്ന് വെച്ചാൽ അടുത്ത രണ്ടാമത്തെ സ്ഥാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ലാണ്. ഇവിടുത്തെ രണ്ടാമത്തെ സ്ഥാനം വീണ്ടും 0-ത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2-നെക്കാട്ടി ചെറുതാണ് 0. അപ്പൊ ആദ്യം ഇവിടെ 0, ഇവിടെ 0. ഓക്കെ, ഇവിടുത്തെ രണ്ടാമത്തത് 2 ഇവിടെ 0. ഓക്കെ ആണല്ലോ. ഇവിടെ 2ഉം ഇവിടെ 0-വുമാണ്. അപ്പം എന്താണ്? 2-നെക്കാട്ടി ചെറുതാണ് ഇത് 0. വീണ്ടും 0-ത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്
സി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു ടെലിഫോൺ പോസ്റ്റിനെ കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. അപ്പൊ എന്താണ്, ട്രെയിനിന്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 90 km/h വേഗതയിൽ 250 മീറ്റർ നീളമുള്ള ട്രെയിൻ 225 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. ഓക്കെ ആണല്ലോ. ഒരു ടെലിഫോൺ പോസ്റ്റിനെ മറികടക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ട്രെയിൻ, ഒരാള്, ഒരു പോസ്റ്റ്, ഒരു മരം, ഇതിനെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളമായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. എന്താണ്, ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഒരു ട്രെയിൻ ഒരു പാലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, വേറെ ട്രെയിൻ അല്ലെങ്കിൽ ഒരു തുരങ്കത്തെ മറികടക്കുന്നു വെച്ചാൽ എന്താണ്, നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രെയിൻ എന്തായാലും ഒരു ടെലിഫോൺ പോസ്റ്റിനെ മറികടക്കുന്നു. അപ്പൊ ടെലിഫോൺ പോസ്റ്റിനെ മറികടക്കുന്നുണ്ട് ട്രെയിനിന്റെ നീളമാണ് ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്ര കിട്ടി? 225 മീറ്റർ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 225 മീറ്റർ എന്ന് കിട്ടി. ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞ എത്രയാണ്? 90 km/h ആണ്. 90 km/h. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റുകൾ തമ്മിൽ ചേരത്തില്ല. ഇവിടുത്തെ ഒരിടത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററും ഒരിടത്തെ കിലോമീറ്ററുമാ, തമ്മിൽ ചേരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നേക്കുന്ന 90 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. km/h കൊണ്ട് മാറ്റണം, മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. km/h മീറ്റർ/സെക്കൻഡിലേക്കോ മീറ്റർ/മിനിറ്റിലേക്കോ. കാര്യം ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എല്ലാ സെക്കൻഡിലാണ്. ഈ മീറ്ററിനോട് ചേരുന്നത് മീറ്റർ/മിനിറ്റും ചേരും, മീറ്റർ/സെക്കൻഡും ചേരും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എല്ലാ സെക്കൻഡിലായതുകൊണ്ട് ഇതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പൊ എന്താണ്, 90 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഇന്ത്യ, 5/18 കൊണ്ട് ഇന്ത്യ. മനസ്സിലായല്ലോ. ഇവിടെ വെട്ടുമ്പോൾ ഒരു 18 5 18 90. ഓക്കെ, 5 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. 25 മീറ്റർ/സെക്കൻഡ്. അപ്പൊ ഡിസ്റ്റൻസ് കിട്ടി 225 മീറ്ററും എത്ര കിട്ടി? ടൈം സ്പീഡ് കിട്ടി 25 മീറ്റർ/സെക്കൻഡ്. നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 225 ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 ആണ്. സ്പീഡ് എന്ന് വെച്ചാൽ 25. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 225 ബൈ സ്പീഡ് എന്ന് വെച്ചാൽ 25 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 225നെ 25 ചേരിക്കുക. 100-നകത്ത് 25 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 200 ആകുമ്പോൾ 8 പ്രാവശ്യം. എത്രയാണ്? 25 പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടി? ആൻസർ 9 കിട്ടും. ആൻസർ 9 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരമായിരിക്കും. അല്ലെങ്കിൽ എന്താ, 25 ഗുണം 10 ആണ് 250. അപ്പോൾ 25 ഗുണം 9 ആയിരിക്കും 225. ഒരു 25 കുറയ്ക്കുന്നത് 9. ആൻസർ 9 സെക്കൻഡ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സി ഓപ്ഷൻ ആണ് കേട്ടല്ലോ. സി ഓപ്ഷൻ 9 സെക്കൻഡ് ആയിരിക്കും ആൻസർ വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം നോക്കുക. ഒന്ന്, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണ്. പിന്നെ ഡിസ്റ്റൻസ് നമ്മൾ ട്രെയിനിന്റെ നീളമാണ്. അതെടുക്കാൻ കാരണം ആള്, പോസ്റ്റ്, മരം ഇതിനെ മറികടക്കുകയാണെങ്കിൽ ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ രണ്ടുകൂടെ പാലം, പ്ലാറ്റ്ഫോം, വേറൊരു ട്രെയിൻ, വലിയൊരു തുരങ്കം ഒക്കെ പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടുന്നതായിരിക്കണം ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ആൻസർ 9 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ യൂണിറ്റുകൾ കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കണം. km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 ആണ്. സംഖ്യകളുടെ ഉസാഗ 7 ആയാൽ അവയിൽ ചെറിയ സംഖ്യ എത്ര? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ എന്നിട്ടുണ്ട്. ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 9:11 ആണ്. റേഷ്യോ 9:11. പിന്നെ എന്തുകൊണ്ട്? അവയുടെ HCF വന്നിട്ടുണ്ട്. HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത് എത്ര? 7 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തരികയും അവയുടെ ഉസാഗ HCF തന്നിട്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ റേഷ്യോയെ HCF കൊണ്ട് ഗുണിച്ചാൽ മതി. റേഷ്യോ HCF കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ചെറിയ റേഷ്യോ എത്ര? 9. ഈ 9നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ ചെറിയ സംഖ്യ കിട്ടുന്നു. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചെറിയ റേഷ്യോ 9 ഇല്ലേ? 9നെ 7 വെച്ച് കൊടുക്കും. 9×7 63. ഇതായിരിക്കും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ. ചെറിയ സംഖ്യ 63 ആണ്. ഓക്കെ ആണല്ലോ. ഇനി വലിയ സംഖ്യ ചോദിച്ചാൽ വലിയ സംഖ്യ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ഗുണം 7. 11 ഗുണം 7 77. ഇതായിരിക്കും വലിയ സംഖ്യ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 63 ആണ്. അപ്പോൾ ചെറിയ സംഖ്യയും വലിയ സംഖ്യ, അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോയും അവയുടെ HCFും തന്നാൽ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഈ റേഷ്യോയും HCFും തമ്മിൽ ഡയറക്റ്റ് ഗുണിച്ച് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ചെറിയ സംഖ്യ 61, വലിയ സംഖ്യ 77. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് കണക്കാക്കുക. ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ വർഷം കണ്ടുപിടിക്കാൻ ചോദിക്കും. ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയായാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 100നെ തന്നേക്കുന്ന നമ്പർ ഓഫ് ഇയർ വെച്ച് ഹരിച്ചാൽ മതി. ഇനി നമ്പർ ഓഫ് ഇയർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 100നെ തന്നേക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ഹരിച്ചാൽ മതി. അപ്പോൾ ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാവെന്ന് വെച്ചാൽ പലിശ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് 100നെ തന്നേക്കുന്ന നമ്പർ ഓഫ് ഇയർ വെച്ച് ഹരിക്കണം. നമ്പർ ഓഫ് ഇയർ കണ്ടുപിടിക്കുന്നത് 100നെ തന്നേക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചും ഹരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയായാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയർ. ഓക്കെ ആണല്ലോ? ഈ തന്നേക്ക് നമ്മൾ ഒറ്റ കാര്യം മാത്രമേ വയ്ക്കുക. ഒരു തുക സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായി. അപ്പൊ നമ്പർ ഓഫ് ഇയർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ 8 ആണ്. പലിശ കണ്ടുപിടിക്കാൻ 100നെ 8 വെച്ചിരിക്കുക. 100നെ 8 വെച്ചിരിക്കുമ്പോൾ 12.5%. എത്ര കിട്ടിയോ? 12.5% നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ, 12.5%. സെറ്റ് ആണല്ലോ? ഓക്കെ. നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. ഓക്കെ. നമുക്ക് അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് മാരത്തോൺ ആണ്. നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് LPയുടെയും UPയുടെയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. മാത്സ് വലിയ പാടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പിക് വൈസ് നമ്മുടെ ക്ലാസ് ഓൾറെഡി ആപ്പിനകത്തുണ്ട്. അത് ടോപ്പിക് വൈസ് നമ്മൾ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അല്ലാതെ തരികയും എല്ലാം ചെയ്യും. ഓക്കെ. ലൈവ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അതിനകത്ത് വിടാകുമ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് വിടാകുമ്പോൾ സെറ്റ് ആവും. ഇതിപ്പോൾ നമ്മൾ ഓരോ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ ഓരോന്ന് ടോപ്പിക്ക് നമ്മൾ വിശദമായിട്ട് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം എല്ലാവരും വരാൻ പോകുന്ന LP UPയുടെ പരീക്ഷകളുടെ ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം.